Hello students, അപ്പോൾ നമുക്ക് വെക്റ്ററിൽ മൊത്തത്തിൽ 3 സെക്ഷനാണുള്ളത്. ഫസ്റ്റ് സെക്ഷൻ ഇതാണ് വെക്റ്റർ വാല്യൂഡ് ഫങ്ഷൻസ് 12.1. ഇനി 12.2 കൂടെ ഉണ്ട്. പിന്നെ തേർഡ് സെക്ഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഡയറക്ഷണൽ ഡെറിവേറ്റീവ്സും പിന്നെ ഗ്രേഡിയൻസും വരുന്ന ഒരു ടോപ്പിക്. അത് ഓൾറെഡി ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് 12.1 സ്റ്റാർട്ട് ചെയ്യാം. വെക്റ്റർ വാല്യൂഡ് ഫങ്ഷൻസ്. എന്താണ് വെക്റ്റർ വാല്യൂഡ് ഫങ്ഷൻസ്? ആദ്യം പാരാമെട്രിക് കർവ്സ് ഇൻ 3 സ്പേസ്. പാരാമെട്രിക് ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എക്സ് വൈ ഇസഡ്. ഇത് നമ്മൾ നോർമലി ഗ്രാഫൊക്കെ വരയ്ക്കുമ്പോൾ എക്സ് ആക്സിസ് വൈ ആക്സിസ് ഇസഡ് ആക്സിസ് എക്സ് വാല്യൂസ് വൈ വാല്യൂസ് ഇസഡ് വാല്യൂസ് ഉണ്ട്. അപ്പോൾ ഇതിനെ ഈ എക്സിനെയും വൈനെയും ഇസഡിനെയും ഒക്കെ നമ്മൾ മറ്റൊരു വേരിയബിൾ യൂസ് ചെയ്ത്, അതായത് ഒരു പാരാമീറ്റർ യൂസ് ചെയ്ത് റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെ പാരാമെട്രിക് ഇക്വേഷൻസ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ എക്സ് ഈക്വൽ ടു എക്സ് ഓഫ് ടി എന്ന് പറയാം, വൈ ഈക്വൽ ടു വൈ ഓഫ് ടി, ഇസഡ് ഈക്വൽ ടു ഇസഡ് ഓഫ് ടി. അതായത് എക്സ് ഇൻ ടേംസ് ഓഫ് ടിയിൽ ഡിനോട്ട് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അതാണ് ഇവിടെ മെൻഷൻ ചെയ്തത്. നോക്കിക്കോടാ, പാരാമെട്രിക് കർവ്സ് ഇൻ 3 സ്പേസ്. ലെറ്റ് f and g are well behaved functions, then the pair of parametric equations x equal to f of t, y equal to g of t. f ഉം g ഉം well behaved functions ആണ്. x നെ f of t എന്ന് എഴുതുവാണ്, y നെ g of t എന്ന് എഴുതുവാണ്. ഈ x of t, y of t, x ഉം y ഉം generates a curve in 2 space in a specific direction. ഒരു സ്പെസിഫിക് ഡയറക്ഷനിൽ ഈ എക്സ് വാല്യൂവും വൈ വാല്യൂവിന് നമുക്ക് വൈക്കും വാല്യൂസ് കൊടുക്കുമ്പോൾ അതൊരു കർവ് ഫോം ചെയ്യുന്നുണ്ട്. ഒരു സ്പെസിഫിക് ഡയറക്ഷനിലാണ്. ദിസ് ഡയറക്ഷൻ ഈസ് കാൾഡ് ഓറിയൻറ്റേഷൻ. അപ്പോൾ ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഈ കർവിൻ്റെ ഡയറക്ഷനെയാണ് ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത്. ഓറിയൻറ്റേഷൻ ഓഫ് ദി കർവ്, അല്ലെങ്കിൽ എന്ത് പറയും, ദ ഡയറക്ഷൻ ഓഫ് ഇൻക്രീസിങ് പാരാമീറ്റർ ടി. ഒരു പാരാമീറ്റർ യൂസ് ചെയ്തിട്ടല്ലേ എക്സിനെയും വൈനെയും ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ഇൻക്രീസിങ് പാരാമീറ്റർ ടി. ദ കർവ് together with its orientation is called parametric curve represented by the equation. ഇതാണ് ഞാൻ ഫസ്റ്റിലെ പറഞ്ഞത്. പാരാമെട്രിക് കർവ് റെപ്രസെൻറ്റഡ് ബൈ ദ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പാരാമെട്രിക് കർവ് എന്ന് പറഞ്ഞാൽ എക്സും വൈയും നമ്മൾ എന്താണ് ടി എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ യൂസ് ചെയ്തിട്ടാണ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ അതിനെ പാരാമെട്രിക് കർവ് റെപ്രസെൻറ്റഡ് ബൈ ദ ഇക്വേഷൻസ് എന്ന് പറയും. ഇതിപ്പോൾ 2 സ്പേസിലാണെങ്കിൽ. ഇപ്പോൾ 3 സ്പേസ് ആണെങ്കിൽ നമുക്ക് ഒരു ഫംഗ്ഷൻ കൂടെ വേണം. ഇവിടെ എഫും ജിയും അതുപോലെ എഫും ജിയും ഹെച്ചും. അപ്പോൾ എക്സ് ഈക്വൽ ടു എഫ് ഓഫ് ടി, വൈ ഈക്വൽ ടു ജി ഓഫ് ടി, ഇസഡ് ഈക്വൽ ടു എച്ച് ഓഫ് ടി എന്ന് സിംപ്ലി ഡിനോട്ട് ചെയ്യും. എക്സാമ്പിൾ നോക്കിക്കോളാം. The parametric equation x equal to 1 minus t, y equal to 3 into t, z equal to 2 into t. എല്ലാത്തിനെയും ഇപ്പോൾ ടി എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ യൂസ് ചെയ്തിട്ടാണ് ഡിനോട്ട് ചെയ്തിട്ടുള്ള. എക്സ് ഉണ്ട്, വൈ ഉണ്ട്, ഇസഡ് ഉണ്ട്. 3 സ്പേസ് റെപ്രസെൻറ്റ്സ് എ ലൈൻ ഇൻ 3 സ്പേസ്. അപ്പോൾ എക്സ് ഈക്വൽ ടു 1 മൈനസ് ടി, വൈ ഈക്വൽ ടു 3 ഇൻറ്റു ടി, ഇസഡ് ഈക്വൽ ടു 2 ഇൻറ്റു ടി എന്ന് പറയുന്നത് എക്സാമ്പിൾ പറയുവാണേ. represents a line in 3 space that passes through the point 1,0,0. അതായത് നമുക്ക് ഇതാണ് അതിൻ്റെ ഫിഗർ. അപ്പോൾ ഇതിൽ എങ്ങനെ നമ്മൾ ഫിഗർ വരയ്ക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ ടിക്ക് നമ്മൾ മാറി മാറി വാല്യൂസ് കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ ആദ്യം ടിക്ക് ഇപ്പോൾ 1 കൊടുക്കാമെന്ന് വിചാരിച്ചു. 1 കൊടുക്കുമ്പോൾ 1 മൈനസ് 1 എക്സിൻ്റെ വാല്യൂ എന്താവും? 0 ആയും, വൈയുടെ വാല്യൂ 3 ആവും, ഇസഡിൻ്റെ വാല്യൂ 2 ആവും. അതുപോലെ ടിക്ക് 0 കൊടുത്തു നോക്കി. ടിക്ക് 0 കൊടുക്കുമ്പോൾ എക്സിൻ്റെ വാല്യൂ 1, വൈയുടെ വാല്യൂ 0, ഇസഡിൻ്റെ വാല്യൂ 0. അതാണ് 1,0,0. അപ്പോൾ നമ്മൾ ജസ്റ്റ് ടിക്ക് 0, 1, 2, 3 എക്സെട്ര അങ്ങനെ വാല്യൂസ് കൊടുത്ത് നമ്മളിവിടെ ഈ ഒരു ഫിഗർ നമുക്ക് വരയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു ഫിഗർ കിട്ടും. അപ്പോൾ ഇതിനകത്തുനിന്ന് that passes through the point 1,0,0. അതാണ് ഇവിടെ ഡിനോട്ട് ചെയ്തിട്ടുള്ള 1,0,0. that passes through the, it is a line. അതായത് x equal to 1 minus t, y equal to 3 into t, z equal to 2 into t എന്ന് പറഞ്ഞാൽ represents a line. It passes through the point 1,0,0 and is parallel to the vector -1,3,2. ഈ parallel to the vector എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ ഈ ടിയുടെ കോഎഫിഷ്യന്റ് എടുക്കുക. ഇവിടെ ടിയുടെ കോഎഫിഷ്യന്റ് -1, ടിയുടെ കോഎഫിഷ്യന്റ് 3, ടിയുടെ കോഎഫിഷ്യന്റ് 2. So this line is parallel to the vector -1,3,2. Since x decreases as t increases, ടിയുടെ വാല്യൂ കൂടി വരുമ്പോൾ എക്സിൻ്റെ വാല്യൂ കുറഞ്ഞു വരും ആണല്ലോ. 1 മൈനസ് ടി ആയതുകൊണ്ട് ഇവിടെ 1 കൊടുക്കുമ്പോൾ എന്താ എക്സിൻ്റെ വാല്യൂ 0, 2 കൊടുക്കുമ്പോഴോ എക്സിൻ്റെ വാല്യൂ -1. അപ്പോൾ എക്സിൻ്റെ വാല്യൂ കൂടുമ്പോൾ എക്സിൻ്റെ വാല്യൂ ഡിക്രീസസ്, അതായത് ടിയുടെ വാല്യൂ കൂടുമ്പോൾ എക്സിൻ്റെ വാല്യൂ കുറയുകയാണെങ്കിൽ ദ ലൈൻ ഹാസ് ദ ഓറിയൻറ്റേഷൻ ഷോൺ ഇൻ ദ ഫിഗർ. അതായത് ഇതാണ് ഇതിൻ്റെ ഓറിയൻറ്റേഷൻ, അതായത് വേർഡിലോട്ടാണ് പോകുന്നത്. കണ്ടോ ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയറക്ഷൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു എക്സാമ്പിളിൻ്റെ ഫിഗർ. എക്സാമ്പിൾ 2 നോക്കിക്കോ. ഡിസ്ക്രൈബ് the parametric curve represented by the equations x equal to a into cos t, y equal to a into sin t, z equal to c into t, where a and c are positive constants. Just constants ആണ്. നമുക്ക് നോർമലി അറിയാവുന്ന ഒരു കാര്യമുണ്ട്. x equal to a cos theta, y equal to a sin theta എന്ന് പറഞ്ഞാൽ represents a circle
നമുക്ക് ഇവിടെ x ഈക്വൽ ടു എ കോസ് ടി വൈ ഈക്വൽ ടു എ സൈൻ ടി ഇസഡ് ഈക്വൽ ടു സി ഇൻറ്റു ടി. ഇത് നമുക്ക് ജനറലൈസ് ചെയ്ത് പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനത്തെ ഫോംസ് തന്നെ എക്സാമിനും വരുള്ളൂ. x ഈക്വൽ ടു എ കോസ് ടി വൈ ഈക്വൽ ടു എ സൈൻ ടി ഇസഡ് ഈക്വൽ ടു സി ഇൻറ്റു ടി. ഇങ്ങനെ ജനറലൈസ് ചെയ്ത് ഇങ്ങനെ വരുള്ളൂ. പകരം എക്ക് പകരം ചിലപ്പോൾ വാല്യൂസ് തന്നിട്ടുണ്ടാകും. അപ്പോൾ ഇത് ഏതിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതായിരിക്കും ക്വസ്റ്റ്യൻ. അപ്പോൾ നോക്കിയോ, ആസ് ദ പാരാമീറ്റർ ടി ഇൻക്രീസസ് z equal to c into t also increases. നമുക്ക് ഇവിടെ ഒരേ ഒരു കാര്യം നോക്കാൻ പറ്റുള്ളൂ, z equal to c into t. അപ്പോൾ ടിയുടെ വാല്യൂ കൂടുമ്പോൾ ഇസഡിൻ്റെ വാല്യൂ നോർമലി കൂടുക തന്നെ ചെയ്യും. സോ എക്സ് ഇൻറ്റു വൈ ഇൻറ്റു ഇസഡ് മൂവ്സ് അപ്വേർഡ്. അപ്പോൾ ഏതെങ്കിലും ഒന്ന് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താണ് നമ്മൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഡിനോട്ട് ചെയ്യുന്നത് ഒരു സർക്കുലർ സിലിണ്ടറാണ് ഇത് ഡിനോട്ട് ചെയ്യുന്നത്. എ കോസ് തീറ്റ വൈ ഈക്വൽ ടു എ സൈൻ തീറ്റ എന്ന് പറയുന്നത് നമുക്കറിയാം സാധാരണ ഡിനോട്ട് ചെയ്യുന്ന ഒരു സർക്കിളാണ്. അപ്പോൾ അതിൻ്റെ അപ്വേർഡ് പൊസിഷൻ എന്താ സർക്കിളിലല്ലേ. ഇപ്പോൾ സർക്കിൾ ഫോമാറ്റ് ഇസഡ് ഈക്വൽ ടു സി ഇൻറ്റു ടി എന്ന് പറയുന്നത് ഒരു സിലിണ്ടറിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ as the parameter t increases, z equal to c into t also increases. So x into y, x comma y comma z moves upward. ഇതിൻ്റെ ഓറിയൻറ്റേഷൻ അപ്വേർഡിലാണ്. Therefore, as t increases, the point x comma y comma z moves in a path directly over the circle x equal to a into cos t, y equal to a into sin t in the xy plane. ഇപ്പോൾ എക്സ് വൈ പ്ലെയിനിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് ഇൻക്രീസ്, അതായത് ടി ഇൻക്രീസ് ചെയ്യുമ്പം ഇസഡിൻ്റെ വാല്യൂ ഇൻക്രീസ് ആകുന്നത് കൊണ്ട് നമ്മുടെ ഡയറക്ഷൻ അപ്വേർഡാണ്. അത്രയും കാര്യങ്ങൾ ഇവിടെ മെൻഷൻ ചെയ്യുന്നുള്ളൂ. ഇതിൻ്റെ ഫിഗർ അടുത്ത് വേറെ എക്സാമ്പിൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു സിലിണ്ടർ, ജസ്റ്റ് ഒരു സിലിണ്ടറിനാണ് ഇവിടെ ഇത് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, വെക്റ്റാർ വാല്യൂഡ് ഫംഗ്ഷൻസ്. എന്താണ് വെക്റ്റാർ വാല്യൂഡ് ഫംഗ്ഷൻസ്? ജനറലി ഡെഫിനേഷനാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. ആർ വെക്റ്റാർ ഈക്വൽ ടു ആർ വെക്റ്റാർ ഓഫ് ടി ഡിഫൈൻസ് ആർ വെക്റ്റാർ ആസ് എ വെക്റ്റാർ വാല്യൂഡ് ഫംഗ്ഷൻ ഓഫ് എ റിയൽ വേരിയബിൾ ടി. റിയൽ വേരിയബിൾ ടി ആണ് ആർ വെക്റ്റാർ ഈക്വൽ ടു ആർ വെക്റ്റാർ ഓഫ് ടി. ഇത് ജനറലി പറയുന്ന കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇനി 3 സ്പേസ് ആണെങ്കിലോ, ഇത് 2 സ്പേസിൻ്റെ കാര്യം ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, 3 സ്പേസ് ആണെങ്കിൽ ജനറലി എപ്പോഴും 3 സ്പേസിലാണ് പറയുന്നത്. ആർ വെക്റ്റാർ ഈക്വൽ ടു എക്സ് ഓഫ് ടി വൈ ഓഫ് ടി ഇസഡ് ഓഫ് ടി. ഇതിനെ അതായത് ബ്രാക്കറ്റിൽ നമ്മൾ ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ മീനിങ് എന്താണ്? എക്സ് ഓഫ് ടി ഇൻറ്റു ഐ വെക്റ്റാർ പ്ലസ് വൈ ഓഫ് ടി ഇൻറ്റു ജെ വെക്റ്റാർ പ്ലസ് ഇസഡ് ഓഫ് ടി ഇൻറ്റു കെ വെക്റ്റാർ. അതായത് ബ്രാക്കറ്റിൽ ജസ്റ്റ് എക്സ് ഓഫ് ടി വൈ ഓഫ് ടി ഇസഡ് ഓഫ് ടി എന്ന് നമ്മൾ മെൻഷൻ ചെയ്താലും ഇതാണ് അതിൻ്റെ മീനിങ്. എക്സ് ഓഫ് ടി വൈ ഓഫ് ടി ഇസഡ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ കോമ്പണന്റ് ഫംഗ്ഷൻസ് അല്ലെങ്കിൽ കോമ്പണൻസ് ഓഫ് ആർ വെക്റ്റാർ ഓഫ് ടി. കോമ്പണന്റ് ഫംഗ്ഷൻസ് ഓർ കോമ്പണൻസ് ഓഫ് ആർ വെക്റ്റാർ ഓഫ് ടി. എക്സാമ്പിൾ നോക്കിക്കോ. ദ കോമ്പണന്റ് ഫംഗ്ഷൻസ് ഓഫ് ആർ വെക്റ്റാർ ഓഫ് ടി ഈക്വൽ ടു, ഇവിടെ ടി ഉണ്ട്, ടി സ്ക്വയറിൻ്റെ ടി ക്യൂബ് ഉണ്ട്. ടി സ്ക്വയർ ടി ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ? ടി ഇൻറ്റു ഐ വെക്റ്റാർ പ്ലസ് ടി സ്ക്വയർ ഇൻറ്റു ജെ വെക്റ്റാർ പ്ലസ് ടി ക്യൂബ് ഇൻറ്റു കെ വെക്റ്റാർ. അടുത്ത് എക്സ് ഓഫ് ടി ഈക്വൽ ടു ടി വൈ ഓഫ് ടി ഈക്വൽ ടു, ഇവിടെ എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ ടി ആണ്, വൈ ഓഫ് ടി എന്ന് പറഞ്ഞാൽ ടി സ്ക്വയർ, ഇസഡ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ ടി ക്യൂബ്. അതാണ് കോമ്പണന്റ് ഫംഗ്ഷൻസ്. ഫൈൻഡ് ദ കോമ്പണന്റ് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1 മാർക്കിന് എങ്ങാനൊക്കെ ചോദിക്കാറുള്ളൂ. അടുത്ത് ഫൈൻഡ് ദ നാച്ചുറൽ ഡൊമൈൻ ഓഫ് ആർ വെക്റ്റാർ ഓഫ് ടി ഈക്വൽ ടു log of t minus 1, e power t, root t. നാച്ചുറൽ ഡൊമൈൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് ഫർദർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ log of t minus 1 എന്ന് പറഞ്ഞാൽ എന്താ? log of t minus 1 into i വെക്റ്റാർ പ്ലസ് e power t into j വെക്റ്റാർ പ്ലസ് root t into k വെക്റ്റാർ. ഇനി സൊല്യൂഷൻ നോക്കിക്കോ. the natural domain of the component functions x of t. ഇവിടെ x of t എന്ന് പറഞ്ഞാൽ log of t minus 1, i of t എന്ന് പറഞ്ഞാൽ e power t, z of t എന്ന് പറഞ്ഞാൽ root t. ജസ്റ്റ് എല്ലാ പ്രോബ്ലത്തിലും ആദ്യം നമ്മൾ ഈ x of t എന്താണ്, y of t എന്താണ്, z of t എന്താണെന്ന് മെൻഷൻ ചെയ്യാം. ഇനി log of t minus 1, ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ എങ്ങനെ ടിക്ക് ഓരോ വാല്യൂ കൊടുത്ത് നമ്മൾ അതിൻ്റെ ഗ്രാഫ് എടുക്കുക, ഫോം ചെയ്യുക. അപ്പോൾ ഇതിനെ നമുക്ക് ടിക്ക് വാല്യൂ കൊടുത്ത് വരുമ്പോൾ നമുക്ക് ഈ ഇൻ്റർവലാണ് കിട്ടുന്നത്. -∞, 1 യൂണിയൻ 1, ഇൻഫിനിറ്റി. അതായത് ടോട്ടൽ വാല്യൂസ് വരുന്നുണ്ട്. -∞ to 1 യൂണിയൻ 1, ഇൻഫിനിറ്റീവ് എന്ന് പറയുമ്പോൾ ടോട്ടലായിട്ട് വരുന്നുണ്ട്, ഫുൾ കവർ ചെയ്ത് വരുന്നുണ്ട്. പക്ഷേ അവരൊരു ജനറൽ ഫോർമാറ്റിന് വേണ്ടി ഇതിങ്ങനെ എഴുതിക്കുന്നതേ ഉള്ളൂ. നെക്സ്റ്റ് ഇ പവർ ടി കൊടുക്കുമ്പോഴോ -∞ to ഇൻഫിനിറ്റി ഫുൾ വാല്യൂസ് വരുന്നുണ്ട്. ഇസഡ് ഓഫ് ടി കൊടുക്കുമ്പോൾ പോസിറ്റീവ് വാല്യൂസ് മാത്രം. അതായത് ക്ലോസ്ഡ് ഇൻ്റർവൽ 0, ഓപ്പൺ ഇൻ്റർവൽ ഇൻഫിനിറ്റി വരുമ്പോൾ നമുക്ക് എപ്പോഴും ഓപ്പൺ ഇൻ്റർവൽ കൊടുത്താൽ മതിയാവും, ക്ലോസ്ഡ് ഇൻ്റർവൽ കൊടുക്കേണ്ട. ഇൻഫിനിറ്റി ഇവിടെ ഓപ്പൺ ഇൻ്റർവൽ ഇൻഫിനിറ്റി. ഇനി ഇതിൻ്റെ ഇൻ്റർസെക്ഷൻ എടുക്കുക. ഇത്രയും ഇതിൻ്റെ ഇൻ്റർസെക്ഷൻ എടുക്കുക. ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോൾ നോക്കിക്കോ, ഇതാണ് നമുക്കിവിടെ ശരിക്കും പറഞ്ഞാൽ വരാം -∞. നമുക്കിവിടെ -∞, 1 എന്ന് പറയുമ്പം -∞ to 1,
യൂണിയൻ 1, ഇൻഫിനിറ്റി. അപ്പോൾ 1 to ഇൻഫിനിറ്റി, എഗെയിൻ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ ടോട്ടൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി, 0 to പ്ലസ് ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് 0 ക്ലോസ്ഡ് ഇൻ്റർവെൽ പ്ലസ് ഇൻഫിനിറ്റി. ഇനി ഇതിൻ്റെ ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോൾ നമുക്ക് ഇത് മുതൽ ഇതുവരെയുള്ള വാല്യൂസേ വരുള്ളൂ. അതായത് ക്ലോസ്ഡ് ഇൻ്റർവെൽ 0, 1, യൂണിയൻ 1, ഇൻഫിനിറ്റി. കണ്ടോ, ദ ഇൻ്റർസെക്ഷൻ ഓഫ് ദീസ് സെറ്റ്സ് ഈസ് ക്ലോസ്ഡ് ഇൻ്റർവെൽ 0, 1, യൂണിയൻ 1, ഇൻഫിനിറ്റി. അപ്പോൾ ഇതാണ് നമ്മുടെ നാച്ചുറൽ ഡൊമൈൻ. അപ്പോൾ നമുക്കൊരു പ്രോബ്ലം തരികയാണെങ്കിൽ നമുക്ക് ആദ്യം ടിയുടെ വാല്യൂ കൊടുത്ത് അതിൻ്റെ ഇൻ്റർവെൽ ഏതുവരെയാണെന്ന് നോക്കുക, അതിൻ്റെ ആ 3 സെറ്റിൻ്റെയും ഇൻ്റർസെക്ഷൻ എടുക്കണം. അപ്പോൾ നാച്ചുറൽ ഡൊമൈൻ ഓഫ് ആർ വെക്റ്റർ ഓഫ് ടി കൺസിസ്റ്റ്സ് ഓഫ് ഓൾ വാല്യൂസ് ഓഫ് ടി സച്ച് ദാറ്റ് നമ്മൾ ഈ ഒരു സെറ്റ് പറയുകയാണെങ്കിൽ ടി ഏത് മുതൽ ഏതുവരെ ആയിരിക്കും? ഇവിടെ ക്ലോസ്ഡ് ഇൻ്റർവെൽ അല്ലേ, അപ്പം 0 ലെസ് ദാൻ ഓർ നമുക്ക് എന്ത് പറയാം, ക്ലോസ്ഡ് ഇൻ്റർവെൽ ആയതുകൊണ്ട് 0 കൂടെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ടി വരും. സോ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ 1, ഓർ ഇത് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ടി ഗ്രേറ്റർ ദാൻ 1. അപ്പോൾ ഇതാണ് നമ്മുടെ നാച്ചുറൽ ഡൊമൈൻ. അടുത്ത് നോക്കിയോ, ഗ്രാഫ് ഓഫ് വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻസ്. ഗ്രാഫ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മൾ ഈ ടി എന്ന് പറഞ്ഞ പാരാമീറ്ററിൻ്റെ വാല്യൂസ് ഇട്ടിട്ട് നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുന്നതിനെയാണ് ഗ്രാഫ് ഓഫ് വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. ഇഫ് ആർ വെക്റ്റർ ഓഫ് ടി ഈസ് എ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ ഇൻ 2 space or 3 space, then we define the graph of r vector of t to be the parametric curve described by the component functions for r vector of t. Component functions എന്ന് പറഞ്ഞാൽ x of t, y of t, z of t. അപ്പോൾ ഈ x of t, y of t, z of t എന്ന് പറഞ്ഞാൽ എല്ലാം ടി ഇരിക്കുന്നതല്ലേ. അപ്പോൾ ടിക്ക് നമ്മൾ വാല്യൂസ് കൊടുക്കുമ്പോഴത്തേക്കും ഒരു പാരാമെട്രിക് കർവ് കിട്ടും. ഇതിനെയാണ് ഗ്രാഫ് ഓഫ് വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കിക്കോ, 1 - t, ആർ വെക്റ്റർ ഓഫ് ടി എന്ന് പറഞ്ഞാൽ 1 - t, 3t, 2t. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം? 1 - t into i plus 3t into j plus 2t into k. Then the graph of r vector equal to r vector of t is the graph of the parametric equations x equal to 1 - t. ഇത് x equal to 1 - t, ഇത് y എന്ന് പറഞ്ഞാൽ 3t, z എന്ന് പറഞ്ഞാൽ 2t, which is a line. നമ്മൾ ഓൾറെഡി ഇത് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്. ടിക്ക് ഇപ്പോൾ 1 കൊടുക്കുമ്പോൾ എക്സിൻ്റെ വാല്യൂ 0 ആവും. ടിക്ക് 0 കൊടുക്കുമ്പോഴോ, ടിക്ക് 0 കൊടുക്കുമ്പോൾ എക്സിൻ്റെ വാല്യൂ 1, വൈയുടെ വാല്യൂ 0, ഇസഡ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് നേരത്തെ കിട്ടിയ ഒരു ലൈനാണ് കിട്ടുന്നതെന്ന് പറഞ്ഞ് ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഒരു എക്സാമ്പിളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ ജനറലൈസ് ചെയ്ത് പറയുന്ന 1-2 എക്സാമ്പിളാണ്. ഇത് തന്നെയായിരിക്കും റിപ്പീറ്റ് ചെയ്ത എക്സാമിന് വരാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ വിച്ച് ഈസ് ആ ഗ്രാഫിന്, ആ ഒരു ലൈനിനെയാണ് എന്ത് പറയുന്നത്, പാരാമെട്രിക് ഗ്രാഫ് ഓഫ് വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ. ഈ വെക്റ്ററിൻ്റെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ആ ലൈനാണ്. അതായത് ടിക്ക് വാല്യൂ കൊടുക്കുമ്പോഴത്തേക്ക് നമുക്കൊരു ലൈനാണ് കിട്ടുന്നത്. ഓൾറെഡി ഡിസ്കസ് ചെയ്ത് പറഞ്ഞ കാര്യമാണ്. സെക്കൻഡ് എക്സാമ്പിൾ നോക്കിക്കോട്ടെ. ഇത് ഓൾറെഡി ഇതും നേരത്തെ നമ്മൾ മെൻഷൻ ചെയ്ത എക്സാമ്പിളാണിത്. ആർ വെക്റ്റർ ഓഫ് ടി എന്ന് പറഞ്ഞാൽ ഡിസ്ക്രൈബ് ദ ഗ്രാഫ് ഓഫ് ദി വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ ആർ വെക്റ്റർ ഓഫ് ടി ഈക്വൽ ടു കോസ് ടി സൈൻ ടി. ഇത് ടി, ഇത് ഓൾറെഡി പറഞ്ഞതാണ്. എ കോസ് ടി, എ സൈൻ ടി, ഇസഡ് ഇൻറ്റു ടി എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി സി ഇൻറ്റു ടി എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി സെക്കൻഡ് എക്സാമ്പിൾ നമ്മൾ ഇത് മെൻഷൻ ചെയ്തിട്ടുള്ള എക്സാമ്പിളാണ്. അപ്പോൾ ഇതിനെങ്ങനെ എഴുതാം? കോസ് ടി ഇൻറ്റു ഐ പ്ലസ് സൈൻ ടി ഇൻറ്റു ജെ പ്ലസ് ടി ഇൻറ്റു കെ. കറസ്പോണ്ടിങ് പാരാമെട്രിക് ഇക്വേഷൻസ് എന്താണ്? എക്സ് ഈക്വൽ ടു കോസ് ടി, വൈ ഈക്വൽ ടു സൈൻ ടി, ഇസഡ് ഈക്വൽ ടു ടി. ഇത് ഇങ്ങനെ വരികയാണെങ്കിൽ ഇതും ജനറലൈസ് ചെയ്ത് പറയുന്ന എക്സാമ്പിളാണ്. എക്സ് ഈക്വൽ ടു കോസ് ടി, വൈ ഈക്വൽ ടു സൈൻ ടി എന്ന് പറഞ്ഞാൽ അതൊരു സർക്കിളാണ് റെപ്രസെൻറ്റ് ചെയ്തത്. സർക്കിൾ, ദ ഗ്രാഫ് ഈസ് എ സർക്കുലർ ഹെലിക്സ് റാപ്ഡ് അറൗണ്ട് എ സിലിണ്ടർ ഓഫ് റേഡിയസ് 1. ഇതൊരു സിലിണ്ടറാണ്, ഓൾറെഡി ഒരു സിലിണ്ടറാണ്. നമ്മൾ നേരത്തെ ഓറിയൻറ്റേഷൻ പറഞ്ഞു ഇത് മൂവ്സ് അപ്വേർഡാണ്. കാരണം എന്താ? ഇസഡ് ഈക്വൽ ടു ടി, അപ്പോൾ ടിയുടെ വാല്യൂ കൂടുന്തോറും ഇസഡിൻ്റെ വാല്യൂ കൂടും. സോ ഇറ്റ് ഈസ് ഇതിൻ്റെ ഓറിയൻറ്റേഷൻ എന്താണ്? അപ്വേർഡാണ്. ഇതാണ് അതിൻ്റെ ഗ്രാഫ്. അതായത് വാല്യൂസ് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗ്രാഫ് ഇതാണ്. ഇതൊരു സിലിണ്ടറാണ്. ഇതും ജനറലൈസ് ചെയ്ത് പറയുന്ന കാര്യമാണ്. അപ്പോൾ ഇത് ഇസഡ് ഈക്വൽ ടു എക്സ് ഈക്വൽ ടു കോസ് ടി, വൈ ഈക്വൽ ടു സൈൻ ടി, ഇസഡ് ഈക്വൽ ടു ടി എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ സിലിണ്ടർ. ഇതാണ് അതിൻ്റെ ഗ്രാഫ്. നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കിക്കോ. ആർ വെക്റ്റർ ഓഫ് ടി ഈക്വൽ ടു എക്സ് ഓഫ് ടി ഇൻറ്റു ഐ പ്ലസ് വൈ ഓഫ് ടി ഇൻറ്റു ജെ പ്ലസ് ഇസഡ് ഓഫ് ടി ഇൻറ്റു കെ. ആർ വെക്റ്റർ ഈസ് എ റേഡിയസ് വെക്റ്റർ. ഇതിനെ റേഡിയസ് വെക്റ്റർ എന്ന് പറയും, അല്ലെങ്കിൽ പൊസിഷൻ വെക്റ്റർ എന്ന് പറയും. അപ്പോൾ ആർ വെക്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആർ വെക്റ്റർ ഓഫ് ടി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റേഡിയസ് വെക്റ്റർ ഓർ പൊസിഷൻ വെക്റ്റർ. അടുത്ത സ്കെച്ച് ദ ഗ്രാഫ് ആൻഡ് റേഡിയസ് വെക്റ്റർ ഓഫ്. 2 ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ആർ വെക്റ്റർ ഓഫ് ടി ഈക്വൽ ടു cos t into I plus sin t into j 0 less than or equal to t less than or equal to 2 pi. R vector of t equal to cos t into I plus sin t into j.
ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആർ വെക്റ്റർ ഓഫ് ടി ഈക്വൽ ടു കോസ് ടി ഇൻറ്റു ഐ വെക്റ്റർ പ്ലസ് സൈൻ ടി ഇൻറ്റു ജെ വെക്റ്റർ ടി വേരീസ് ഫ്രം 0 to 2π. അപ്പോൾ നമുക്കിത് അറിയാം, ദ കറസ്പോണ്ടിങ് പാരാമെട്രിക് ഇക്വേഷൻസ് ആർ എക്സ് എന്ന് പറഞ്ഞാൽ കോസ് ടി ആണ്, വൈ എന്ന് പറഞ്ഞാൽ സൈൻ ടി, ഇവിടെ ഇസഡ് ഇല്ല, ടി വേരീസ് ഫ്രം 0 to 2π. ദ ഗ്രാഫ് ഈസ് എ സർക്കിൾ ഓഫ് റേഡിയസ് 1 സെൻറ്റേഡ് അറ്റ് ദി ഒറിജിൻ ആൻഡ് ഓറിയൻറ്റഡ് കൗണ്ടർ ക്ലോക്ക് വൈസ്. അതായത് ഇവിടെ എ കോസ് ടി വൈ ഈക്വൽ ടു എ സൈൻ ടി ആണ്, എയുടെ വാല്യൂ 1 ആയതുകൊണ്ടാണ് ഇവിടെ കോസ് ടി സൈൻ ടി എന്ന് വന്നത്. അപ്പോൾ ഇറ്റ് ഈസ് നമുക്കിത് ജനറലി അറിയാവുന്ന കാര്യമാണ്. ഇതൊരു സർക്കിളാണ് വിത്ത് റേഡിയസ് 1. ഇതിൻ്റെ ഓറിയൻറ്റേഷൻ നോക്കിക്കോ, കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ഈക്വൽ ടു കോസ് ടി, വൈ ഈക്വൽ ടു സൈൻ ടി, ഇസഡ് ഈക്വൽ ടു 2 ആണ്. ഇത് നമ്മൾ ഓൾറെഡി നേരത്തെ മെൻഷൻ ചെയ്ത കാര്യമാണ്. ഇതൊരു സിലിണ്ടറാണ്. എക്സ് ഈക്വൽ ടു കോസ് ടി, വൈ ഈക്വൽ ടു സൈൻ ടി എന്ന് പറയുമ്പം അത് ഡിനോട്ട് ചെയ്തത് ഒരു സർക്കിളാണ്. ഇസഡ് ഈക്വൽ ടു 2 എന്ന് പറയുമ്പോൾ അതൊരു കോൺസ്റ്റൻ്റ് ആണ്. സോ ഇത് മൂന്നും കൂടെ വരുമ്പോഴത്തേക്കും നമുക്കൊരു സിലിണ്ടറാണ് വരുന്നത്. ദ കറസ്പോണ്ടിങ് പാരാമെട്രിക് ഇക്വേഷൻസ് ആർ എക്സ് ഈക്വൽ ടു കോസ് ടി, വൈ ഈക്വൽ ടു സൈൻ ടി, ഇസഡ് ഈക്വൽ ടു 2. T varies from 0 to 2π. From the third equation, that is z equal to 2, the tip of the radius vector traces a curve in the plane z equal to 2, and from the first two equations, the curve is a circle of radius 1 centered at the point 0, 0, 2 and traced. അതായത് ഫസ്റ്റ് രണ്ട് ഇക്വേഷനിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം അതൊരു സർക്കിളാണ്. ഇസഡ് ഈക്വൽ ടു 2. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് രണ്ട് ഇക്വേഷനിൽ നിന്നും നമുക്കിത് ഒരു സർക്കിളാണെന്ന് മനസ്സിലാക്കാം. ഇസഡ് ഈക്വൽ ടു 2 എന്ന് പറയുമ്പോഴത്തേക്കും ഓൾറെഡി പറഞ്ഞതാണ്, എക്സ് ഈക്വൽ ടു എ കോസ് ടി, വൈ ഈക്വൽ ടു എ സൈൻ ടി, ഇസഡ് ഈക്വൽ ടു സം സി ഇൻറ്റു ടി എന്ന് പറഞ്ഞ ഫോർമാറ്റ് വരികയാണെങ്കിൽ തന്നെ അതൊരു സിലിണ്ടറാണ്. അതിൻ്റെ ഫിഗർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സിലിണ്ടർ ജസ്റ്റ് ഒരു സിലിണ്ടറിൻ്റെ ഫിഗർ. ഇത് ജനറലൈസ്ഡ് ചെയ്ത കാര്യമാണ്. ഫസ്റ്റ് ഒരു ലൈനിൻ്റെ കാര്യം പറഞ്ഞു, അടുത്തൊരു സിലിണ്ടറിൻ്റെ കാര്യം പറഞ്ഞു. അടുത്ത് വെക്റ്റാർ ഫോം ഓഫ് എ ലൈൻ സെഗ്മെൻറ്റ്. എന്താണ് വെക്റ്റാർ ഫോം? ഇതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി, വേറൊന്നും വേണ്ട. വീണ്ടും അപ്ലിക്കബിൾ ആണ്, ക്വസ്റ്റ്യനിലൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ടെന്നാൽ ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ്. ഇഫ് ആർ നോട്ട് vector is a vector in 2 space or 3 space with its initial point at the origin. Initial point origin ആണ്. Then the line that passes through the terminal point of R0. അപ്പോൾ terminal point of R0 നോക്കുക. And is parallel to the vector V vector. അപ്പോൾ parallel vector ഏതാണ്? V vector ആണ്. R0 എന്ന് പറഞ്ഞാൽ ഒരു വെക്റ്റർ. Then and is parallel to the V vector can be expressed as. അപ്പോൾ R0 വെക്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു വെക്റ്റർ in 2 space or 3 space ആണ്. അതിൻ്റെ ഇനിഷ്യൽ പോയിൻ്റ് എന്താണ്? ഒറിജിൻ ആണ്. പിന്നെ ഇതിൻ്റെ ടെർമിനൽ പോയിൻറ്റ്, ദെൻ ദി ലൈൻ ദാറ്റ് പാസസ് ടു ദ ടെർമിനൽ പോയിൻ്റ് ഓഫ് R0. അതായത് ഈ ഒരു ഫിഗർ നോക്കുക, ടെർമിനൽ പോയിൻറ്റിൽ കൂടെ പാസ് ചെയ്യുന്ന പോയിൻറ്റ്. ആൻഡ് ഈസ് പാരലൽ ടു ദ വെക്റ്റർ വി. ഇതന്നെയാണ് വി വെക്റ്റർ, ദ പാരലൽ വെക്റ്റർ വി വെക്റ്റർ. അപ്പോൾ പാരലൽ ടു ദ വെക്റ്റർ വി വെക്റ്റർ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് ആർ വെക്റ്റർ ഈക്വൽ ടു R0 വെക്റ്റർ പ്ലസ് ടി ഇൻറ്റു വി വെക്റ്റർ. ഇതാണ് ഇക്വേഷൻ. ആർ വെക്റ്റർ ഈക്വൽ ടു R0 വെക്റ്റർ പ്ലസ് സം ടി ഇൻറ്റു വി വെക്റ്റർ. ഇതേപോലെ ഇതിപ്പോൾ ഒരു വെക്റ്റർ R0 വെക്റ്റർ മാത്രമാണെങ്കിൽ ഇതിന് പകരം രണ്ട് വെക്റ്റർ ഉണ്ടെന്ന് വിചാരിക്കുക. R0 വെക്റ്ററും R1 വെക്റ്ററും. R0 വെക്റ്ററും R1 വെക്റ്ററും ആർ വെക്റ്റേഴ്സ് ഇൻ 2 space or 3 space with their initial points at the origin. Then the line that passes through the terminal point of these vectors can be expressed in vector form as R vector equal to R0 vector plus T into R1 minus R0. ഇവിടെ നോക്കിയോ, R vector equal to R0 plus some T into V. ഇവിടെ Vക്ക് പകരം എന്താണ്? R1 minus R0. R1ഉം R0ഉം. ഇവിടെ നമുക്ക് ഒരേ ഒരു വെക്റ്റർ R0 മാത്രം ഉള്ളതുകൊണ്ടാണ് R0 പ്ലസ് ടി ഇൻറ്റു വി. ഇവിടെ നമുക്ക് രണ്ടെണ്ണം ഉണ്ട്, R0ഉം R1ഉം. അപ്പോൾ ആർ വെക്റ്റർ എന്ന് പറഞ്ഞാൽ R0 പ്ലസ് ടി ഇൻറ്റു R1 മൈനസ് R0. ഇതിന് നമുക്ക് R0ഉം ഒരുമിച്ച് കോമൺ ആയിട്ട് എടുക്കുമ്പോഴത്തേക്കും 1 മൈനസ് ടി ഇൻറ്റു R0 പ്ലസ് ടി ഇൻറ്റു R1 എന്ന് വരും. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻ പഠിച്ചാൽ മതി. ആർ വെക്റ്റർ ഈക്വൽ ടു R0 പ്ലസ് ടി ഇൻറ്റു വി. അഗെയിൻ രണ്ട് വെക്റ്റർ ഉണ്ടെങ്കിൽ R0ഉം R1 എന്ന് പറഞ്ഞാൽ രണ്ട് വെക്റ്റർ ഉണ്ടെങ്കിൽ ആർ വെക്റ്റർ ഈക്വൽ ടു 1 മൈനസ് ടി ഇൻറ്റു R0 പ്ലസ് ടി ഇൻറ്റു R1 വിച്ച് ഈസ് എ 2-point വെക്റ്റർ ഫോം ഓഫ് എ ലൈൻ. ഇതാണ് ഒരു ലൈനിൻ്റെ 2-point വെക്റ്റർ ഫോം. ആർ വെക്റ്റർ ഈക്വൽ ടു 1 മൈനസ് ടി ഇൻറ്റു R0 പ്ലസ് ടി ഇൻറ്റു R1. ഇതാണ് അതിൻ്റെ ഫിഗർ. അപ്പോൾ ഈ ഒരു സെക്ഷൻ ഇവിടെ കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് 12.2. നമുക്കിവിടെ മൊത്തത്തിൽ 3 സെക്ഷനാണുള്ളത്. അതിനകത്ത് ഒരു സെക്ഷൻ നമ്മൾ കഴിഞ്ഞല്ലോ. ഇത് ഫസ്റ്റ് സെക്ഷനായിരുന്നു. ഇനി പറയാൻ സെക്കൻഡ് സെക്ഷൻ, കാൽക്കുലസ് ഓഫ് വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻസ്. അതായത് വെക്റ്ററിൻ്റെ ഡിഫറൻഷിയേഷനും ഇൻ്റഗ്രേഷനുമാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നോക്കിയോ, ആർ വെക്റ്റർ ഓഫ് ടി എന്ന് പറഞ്ഞാൽ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ.
that is defined for all t. എല്ലാ tക്കും ഇത് ഡിഫൈൻഡ് ആണ്. ഇൻ സം ഓപ്പൺ ഇൻ്റർവൽ കണ്ടെയ്നിങ് ദ നമ്പർ എ എന്ന് പറയുന്ന നമ്പറിൽ ഒരു എ എന്ന് പറയുന്ന ഒരു നമ്പർ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ ഇൻ്റർവൽ എടുക്കുവാണ്. എക്സെപ്റ്റ് ദാറ്റ് ആർ വെക്റ്റർ ടി നീഡ് നോട്ട് ബി ഡിഫൈൻഡ് അറ്റ് എ. ഈ ആർ വെക്റ്റർ ഓഫ് ടി എയിൽ ഡിഫൈൻഡ് ആവണം എന്നില്ല. That is limit t tends to a r vector of t equal to L if and only if. ഈ ഒരു കണ്ടീഷൻ മാത്രം നോക്കിയാൽ മതി. അതായത് ലിമിറ്റ് t tends to a r vector of t equal to L if and only if limit t tends to a modulus of r vector of t minus L equal to 0. ഈ ഒരു കണ്ടീഷൻ മാത്രം ശ്രദ്ധിക്കുക. അതായത് ലിമിറ്റ് t tends to a r vector of t equal to L ആകുവാണെങ്കിൽ അതിൻ്റെ മോഡുലസ് വാല്യൂ മൈനസ് എടുക്കുവാണെങ്കിൽ ഈക്വൽ ടു 0 ആകും. ഓക്കെ, തിയറം നോക്കിക്കോ. ഇഫ് ആർ വെക്റ്റർ ഓഫ് എ ഈക്വൽ ടു എക്സ് ആർ വെക്റ്റർ ഓഫ് ടി ഈക്വൽ ടു എക്സ് ഓഫ് ടി വൈ ഓഫ് ടി, അതായത് 2 സ്പേസ് ആണ്. അടുത്ത് പറയാൻ പോകുന്നത് 3 സ്പേസിൻ്റെത്. എക്സ് ഓഫ് ടി വൈ ഓഫ് ടി, അതായത് എക്സ് ഓഫ് ടി ഇൻറ്റു ഐ വെക്റ്റർ പ്ലസ് വൈ ഓഫ് ടി ഇൻറ്റു ജെ വെക്റ്റർ. അപ്പോൾ ഇവിടെ നമ്മൾ ലിമിറ്റ് എടുക്കുകയാണെങ്കിൽ ഓരോന്നിനും സെപ്പറേറ്റ് ഇവിടെ എക്സ് ഓഫ് ടിക്കും സെപ്പറേറ്റ് ലിമിറ്റ് എടുക്കാം, വൈ ഓഫ് ടിക്കും സെപ്പറേറ്റ് ലിമിറ്റ് എടുക്കാം. അതായത് ലിമിറ്റ് ടി ടെൻസ് ടു എ ആർ വെക്റ്റർ ഓഫ് ടി ഈക്വൽ ടു ലിമിറ്റ് ടി ടെൻസ് ടു എ എക്സ് ഓഫ് ടി ഇൻറ്റു ഐ വെക്റ്റർ പ്ലസ് ലിമിറ്റ് ടി ടെൻസ് ടു എ വൈ ഓഫ് ടി ഇൻറ്റു ജെ വെക്റ്റർ പ്രൊവൈഡഡ് ദ ലിമിറ്റ്സ് ഓഫ് ദി കോമ്പണന്റ് ഫംഗ്ഷൻസ് എക്സിസ്റ്റ്. അടുത്ത് അതായത് ഇത് എക്സിസ്റ്റ് ആണ്. അടുത്ത് കോൺവേഴ്സ്ലി ദ ലിമിറ്റ്സ് ഓഫ് ദി കോമ്പണന്റ് ഫംഗ്ഷൻസ് എക്സിസ്റ്റ് പ്രൊവൈഡ് ആർ വെക്റ്റർ ഓഫ് ടി അപ്രോച്ചസ് എ ലിമിറ്റിംഗ് വെക്റ്റർ ആസ് ടി അപ്രോച്ചസ് എ. അതായത് ഇത് എക്സിസ്റ്റ് ആകുകയാണെങ്കിൽ ഇത് ട്രൂ ആകും. അതാണ് ഇവിടെ കോൺവേഴ്സ്ലി എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് ഇത് ട്രൂ ആണെങ്കിൽ ഇതിൽ നിന്ന് ഇത് ട്രൂ ആയിരിക്കും. അത്രയേ ഉള്ളൂ. ഇത് 2 സ്പേസിന് പറഞ്ഞു. ഇവിടെ അടുത്ത സെയിം വേ അടുത്ത 3 സ്പേസിന് പറയുകയാണ്. അതായത് ആർ വെക്റ്റർ ഓഫ് ടി എക്സ് ഓഫ് ടി വൈ ഓഫ് ടി ഇസഡ് ഓഫ് ടി. ദാറ്റ് മീൻസ് എക്സ് ഓഫ് ടി ഇൻറ്റു ഐ വെക്റ്റർ പ്ലസ് വൈ ഓഫ് ടി ഇൻറ്റു ജെ വെക്റ്റർ പ്ലസ് ഇസഡ് ഓഫ് ടി ഇൻറ്റു കെ വെക്റ്റർ ആണെങ്കിൽ ലിമിറ്റ് ടി ടെൻസ് ടു എ ആർ വെക്റ്റർ ഓഫ് ടി എന്ന് പറഞ്ഞാൽ ലിമിറ്റ് ടി ടെൻസ് ടു എക്സ് ഓഫ് ടി, ലിമിറ്റ് ടി ടെൻസ് ടു എ വൈ ഓഫ് ടി, ലിമിറ്റ് ടി ടെൻസ് ടു എ ഇസഡ് ഓഫ് ടി പ്രൊവൈഡഡ് ദ ലിമിറ്റ്സ് ഓഫ് സെയിം വേ. ഇത് ട്രൂ ആണെങ്കിൽ ഇത് ട്രൂ ആയിരിക്കും, ഇത് ട്രൂ ആണെങ്കിൽ ഇത് ട്രൂ ആയിരിക്കും. ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ ഇവിടെ മെൻഷൻ ചെയ്യുന്നുള്ളൂ. ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പോൾ പറഞ്ഞ കാര്യത്തിനുള്ള എക്സാമ്പിളാണ് ഇവിടെ അടുത്ത് മെൻഷൻ ചെയ്യുന്നത്. എങ്ങനെയാണ് ലിമിറ്റ് എടുക്കേണ്ടത് അത്രയേ ഉള്ളൂ. അതായത് സെപ്പറേറ്റ് ആയിട്ട് കോമ്പണൻസിനും കൂടെ നമ്മൾ ലിമിറ്റ് എടുക്കുക. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നോക്കിയോടാ, ലെറ്റ് ആർ വെക്റ്റർ ഓഫ് ടി ഈക്വൽ ടു ടി സ്ക്വയർ ഇൻറ്റു ഐ പ്ലസ് ഇ പവർ ടി ഇൻറ്റു ജെ മൈനസ് 2 കോസ് പൈ ടി ഇൻറ്റു കെ വെക്റ്റർ. അപ്പോൾ അതിന് ലിമിറ്റ് ടി ടെൻസ് ടു 0 ആർ വെക്റ്റർ ഓഫ് ടി എടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ് എടുക്കേണ്ടത്? ലിമിറ്റ് ടി ടെൻസ് ടു 0 ടി സ്ക്വയർ ഇൻറ്റു, അതായത് ടി സ്ക്വയർ ആദ്യം എടുക്കുക ഇൻറ്റു ഐ വെക്റ്റർ പ്ലസ് ലിമിറ്റ് ടി ടെൻസ് ടു 0 ഇ പവർ ടി ഇൻറ്റു ജെ വെക്റ്റർ മൈനസ് ലിമിറ്റ് ടി ടെൻസ് ടു 0 2 ഇൻറ്റു കോസ് പൈ ടി ഇൻറ്റു കെ വെക്റ്റർ. അപ്പോൾ ടി സ്ക്വയറിന് ടിക്ക് 0 കൊടുക്കുമ്പോൾ എന്താ ഇത് മൊത്തത്തിൽ 0 ആകും. ഇ പവർ ടിക്ക് 0 കൊടുക്കുകയാണെങ്കിൽ ഇ പവർ 0 1, സോ ഇവിടെ ജെ വെക്റ്റർ വരും. മൈനസ് ഇവിടെ കോസ് പൈക്ക്, അതായത് ടിക്ക് ഇവിടെ 0 കൊടുക്കുകയാണെങ്കിൽ എന്ത് വരും? കോസ് പൈ -1 ആണ്. അപ്പോൾ ഇവിടെ 2 ഉണ്ട്, സോ -2 ഇൻറ്റു കെ വെക്റ്റർ. അല്ല, കോസ് 0 1 അല്ലേ അതിൻ്റെ വാല്യൂ. സോ കോസ് 0 എടുക്കുമ്പോൾ 1 എന്ന് കിട്ടും വാല്യൂ. സോ 2 എന്ന് വരും ഇവിടെ -2. അപ്പോൾ ഇവിടെ -2 ഇൻറ്റു കെ വെക്റ്റർ എന്ന് കിട്ടും. അല്ലെങ്കിൽ എന്തെടുക്കുക? ലിമിറ്റ് ടി ടെൻസ് ടു 0 ആർ വെക്റ്റർ ഓഫ് ടി എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഇത് നമ്മൾ സെപ്പറേറ്റ് ഐ വെക്റ്റർ ജെ വെക്റ്റർ കെ വെക്റ്റർ എന്ന് കൊടുത്തു. അതൊന്നും കൊടുക്കാതെ ഡയറക്റ്റ് ഈ ബ്രാക്കറ്റിനുള്ളിൽ ചെയ്താലും മതി. അതായത് ലിമിറ്റ് ടി ടെൻസ് ടു 0 ടി സ്ക്വയർ ഇ പവർ ടി 2 കോസ് പൈ ഇൻറ്റു ടി. അപ്പോൾ എന്ത് വരും? ഇത് അകത്തോട്ട് എടുക്കുമ്പോൾ ലിമിറ്റ് ടി ടെൻസ് ടു 0 ടി സ്ക്വയർ ലിമിറ്റ് ടി ടെൻസ് ടു 0 ഇ പവർ ടി ലിമിറ്റ് ടി ടെൻസ് ടു 0 -2 ഇൻറ്റു കോസ് പൈ ഇൻറ്റു ടി. അതായത് 0 കിട്ടും, ഇവിടെ 1 കിട്ടും, ഇവിടെ -2 കിട്ടും. 0 1 -2. ഇതിനെ എന്തെഴുതാം? 0 ഇൻറ്റു ഐ വെക്റ്റർ പ്ലസ് ജെ വെക്റ്റർ -2 ഇൻറ്റു കെ വെക്റ്റർ. അത് തന്നെയാണ് ഇത്. ഏത് രീതിയിൽ ചെയ്താലും ഓക്കെയാണ്. എ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ ആർ വെക്റ്റർ ടു ബി കണ്ടിന്യൂസ് അറ്റ് ടി ഈക്വൽ ടു എ. അതായത് ഒരു വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആകണമെന്നുണ്ടെങ്കിൽ ലിമിറ്റ് ടി ടെൻസ് ടു എ ആർ വെക്റ്റർ ഓഫ് ടി ഈക്വൽ ടു ആർ വെക്റ്റർ ഓഫ് എ ആയിരിക്കണം. അപ്പോൾ ഒരു വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആകണം എന്നുണ്ടെങ്കിൽ ലിമിറ്റ് ടി ടെൻസ് ടു എ ആർ വെക്റ്റർ ഓഫ് ടി ഈക്വൽ ടു ആർ വെക്റ്റർ ഓഫ് എ ആയിരിക്കണം. അടുത്ത ഡെറിവേറ്റീവ്സ്. ഇവിടെ എങ്ങനെയാണ് വെക്റ്ററിൽ എങ്ങനെയാണ് ഡിഫറൻഷിയേഷൻ? ഇഫ് ആർ വെക്റ്റർ ഓഫ് ടി ഈസ് എ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ, we define the derivative of r vector with respect to t to be the vector valued function r vector dash. കണ്ടോ, r vector dash given by r vector dash of t equal to limit h tends to 0 r vector of t plus h minus r vector of t divided by h. ഇത് ജനറൽ ഫോർമാറ്റ് ആണ്. നമ്മൾ സാധാരണ ഡെറിവേറ്റീവ് എടുക്കുന്നത് പോലെ തന്നെ എടുത്താൽ മതി. The domain of r vector of dash consists of all values of t in the domain of r vector of t for which the limit exists. വേറെ ഇത് ജനറലൈസ്ഡ് ഫോർമുലയാണിത്.
നമ്മൾ സാധാരണ ഡിഫറൻഷിയേഷൻ ചെയ്യുന്ന പോലെ ഇതിലൊന്ന് ചെയ്താൽ മതി. ആർ വെക്റ്റർ എക്സാമ്പിൾ നോക്കിക്കോട്ടെ. ആർ വെക്റ്റർ ഓഫ് ടി എന്ന് പറഞ്ഞാൽ ടി സ്ക്വയർ ഇൻറ്റു ഐ വെക്റ്റർ പ്ലസ് ടി പവർ ടി ഇൻറ്റു ജെ വെക്റ്റർ മൈനസ് 2 ഇൻറ്റു കോസ് പൈ ടി ഇൻറ്റു കെ വെക്റ്റർ. അപ്പോൾ ആർ വെക്റ്റർ ഡാഷ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു ടിക്കാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ടി സ്ക്വയറിൻ്റെ എന്താ ഡി ബൈ നമ്മൾ ആർ വെക്റ്റർ ഡാഷ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ ഡി ബൈ ഡി ടി ഓഫ് ടി സ്ക്വയർ ഇൻറ്റു ഐ വെക്റ്റർ പ്ലസ് ഡി ബൈ ഡി ടി ഓഫ് ഇ പവർ ടി ഇൻറ്റു ജെ വെക്റ്റർ മൈനസ് ഡി ബൈ ഡി ടി ഓഫ് 2 ഇൻറ്റു കോസ് പൈ ഇൻറ്റു ടി ഇൻറ്റു കെ വെക്റ്റർ. അപ്പോൾ ഇത് വരും ഈക്വൽ ടു ടി സ്ക്വയറിൻ്റെ എന്താ 2t ഇൻറ്റു ഐ വെക്റ്റർ, ഇ പവർ ടിയുടേത് ഇ പവർ ടി ഇൻറ്റു ജെ വെക്റ്റർ. ഇവിടെ ഒരു 2 കോസ് പൈ ടി, 2 കോൺസ്റ്റൻ്റ് ആണ്, സോ 2 അങ്ങനെ ഇരിക്കും. കോസ് പൈയുടെ എന്താണ് മൈനസ് സൈൻ പൈ ഇൻറ്റു പൈ എന്ന് വരും. അപ്പോൾ 2 പൈ സൈൻ പൈ ടി മൈനസ് ഓൾറെഡി ഉണ്ട്, അപ്പോൾ മൈനസും മൈനസ് ഇവിടെ പ്ലസ് ആവും. 2 പൈ സൈൻ പൈ ടി ഇൻറ്റു കെ വെക്റ്റർ. സാധാരണ ഡിഫറൻഷിയേഷൻ. ഇതിൻ്റെ കുറച്ച് റൂൾസ് പറയുന്നുണ്ട്. ഡി ബൈ ഡി ടി ഓഫ് സം കോൺസ്റ്റൻറ്റ്, അത് നമുക്ക് ഓൾറെഡി വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷനിൽ ഓൾറെഡി മെൻഷൻ ചെയ്തേണ്ട ആവശ്യമില്ല. കോൺസ്റ്റൻറ്റിൻ്റെ 0 ആയിരിക്കും. കെ ഇൻറ്റു ആർ വെക്റ്റർ ഓഫ് ടി എന്ന് പറഞ്ഞാൽ കെ ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് ആർ വെക്റ്റർ ഓഫ് ടി. കോൺസ്റ്റൻറ്റിനെ പുറത്തെടുത്ത് നമ്മൾ നോർമലി ചെയ്യുന്ന മെത്തേഡ് തന്നെയാണ് ഇവിടെ. ഡി ബൈ ഡി ടി ഓഫ് ആർ1 വെക്റ്റർ ഓഫ് ടി പ്ലസ് R2 വെക്റ്റർ ഓഫ് ടി എന്ന് പറയുമ്പോൾ ഡി ബൈ ഡി ടി ഓഫ് R1 വെക്റ്റർ ഓഫ് ടി പ്ലസ് ഡി ബൈ ഡി ടി ഓഫ് R2 വെക്റ്റർ ഓഫ് ടി. അതുപോലെ തന്നെയാണ് സബ്ട്രാക്ഷനിലും ഡി ബൈ ഡി ടി ഓഫ് R1 വെക്റ്റർ ഓഫ് ടി മൈനസ് ഡി ബൈ ഡി ടി ഓഫ് R2 വെക്റ്റർ ഓഫ് ടി. അടുത്ത് രണ്ടെണ്ണം ഉണ്ടെങ്കിൽ നോക്കിക്കോ. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു എഫ് ഓഫ് ടി ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് ആർ വെക്റ്റർ ഓഫ് ടി പ്ലസ് ഡി ബൈ ഡി ടി ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ആർ വെക്റ്റർ ഓഫ് ടി. പ്രോഡക്റ്റ് റൂള് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത സെക്ഷൻ ടാൻജൻറ്റ് ലൈൻസ്. ടാൻജൻറ്റ് ലൈൻസ് ഫോർമുല മാത്രം പഠിച്ചാൽ മതി, ബാക്കി ആപ്ലിക്കേഷൻസ് ഒക്കെ എളുപ്പമായിരിക്കും. ടാൻജൻറ്റ് ലൈൻസ് ടു ഗ്രാഫ്സ് ഓഫ് വെക്റ്റാർ വാല്യൂഡ് ഫംഗ്ഷൻസ്. എന്താണ് ടാൻജൻറ്റ് ലൈൻസ്? ലെറ്റ് പി ബി എ പോയിന്റ് ഓൺ ദി ഗ്രാഫ് ഓഫ് എ വെക്റ്റാർ വാല്യൂഡ് ഫംഗ്ഷൻ ആർ വെക്റ്റാർ ഓഫ് ടി. അപ്പോൾ നോക്കിക്കോട്ടെ, ഇതാണ് ആർ വെക്റ്റാർ ഓഫ് ടി. പി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പോയിൻ്റാണ് പി. ഓക്കെ, ആൻഡ് ലെറ്റ് ആർ വെക്റ്റർ ഓഫ് ടി നോട്ട് ബി ദ റേഡിയസ് വെക്റ്റർ ഫ്രം ദി ഒറിജിൻ ടു പി. ഫ്രം ദി ഒറിജിൻ ടു പിയിലുള്ളത് ആർ വെക്റ്റർ ഓഫ് ടി നോട്ട്. ഇഫ് ആർ വെക്റ്റർ ഡാഷ് ഓഫ് ടി നോട്ട് എക്സിസ്റ്റ്, അതായത് ആർ വെക്റ്റർ ഡാഷ്, അതായത് ഇതിൻ്റെ ഡെറിവേറ്റീവ് ആർ വെക്റ്റർ ഓഫ് ടി നോട്ടിൻ്റെ ഡെറിവേറ്റീവ് ആർ വെക്റ്റർ ഡാഷ് ഓഫ് ടി നോട്ട് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, അത് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്? ടാൻജൻറ്റ് വെക്റ്റർ. അപ്പോൾ നമുക്ക് ആർ വെക്റ്റർ എന്ന് പറഞ്ഞ ഒരു വെക്റ്റർ ഉണ്ട്, അതിൻ്റെ ഡെറിവേറ്റീവിനെ എന്ത് പറയും? ടാൻജൻറ്റ് വെക്റ്റർ എന്ന് പറയും. കണ്ടീഷൻസ് ഉണ്ട്, അത് എക്സിസ്റ്റ് ആകണം. സെയിം വേ അത് നോട്ട് ഈക്വൽ ടു 0 ആകുകയാണെങ്കിൽ അതിനെന്ത് പറയും? ടാൻജൻറ്റ് വെക്റ്റർ ടു ദ ഗ്രാഫ് ഓഫ് ആർ വെക്റ്റർ ഓഫ് ടി അറ്റ് ആർ വെക്റ്റർ ഓഫ് ടി നോട്ട്. ആൻഡ് വി കോൾ ദ ലൈൻ ത്രൂ പി ദാറ്റ് ഈസ് പാരലൽ ടു ദ ടാൻജൻറ്റ് വെക്റ്റർ ടു ദ ടാൻജൻറ്റ് ലൈൻ. അതായത് ഇതിനെ ടാൻജൻറ്റ് ലൈൻ എന്ന് പറയും. ടു ദ ഗ്രാഫ് ഓഫ് ആർ വെക്റ്റർ ഓഫ് ടി അറ്റ് ആർ വെക്റ്റർ ഓഫ് ടി നോട്ട്. വേറെ ഒന്നുമല്ല, ഇത് ആർ വെക്റ്റർ ഓഫ് ടി നോട്ട് എന്ന് പറയുന്നൊരു വെക്റ്ററാണ്. അതിലെ ഒരു പോയിൻ്റാണ് പി. അപ്പോൾ ഇതിൽ ആർ വെക്റ്റർ ഡാഷ് ഓഫ് ടി നോട്ട് ഈക്വൽ ടു 0 ആണ്. ഇതിൻ്റെ ഡെറിവേറ്റീവ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ അത് ഇതിൻ്റെ ടാൻജൻറ്റ് ലൈനായിരിക്കും. അത്രേ പറയുന്നുള്ളൂ. ആർ വെക്റ്റർ ഡാഷ് ഓഫ് ടി നോട്ട് എക്സിസ്റ്റ് ആണ്, നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ഇതിനെ എന്ത് പറയും? ഇതിൻ്റെ ഡെറിവേറ്റീവിനെ എന്ത് പറയും? ടാൻജൻറ്റ് വെക്റ്റർ എന്ന് പറയും. അത്രയും കാര്യങ്ങൾ ഇവിടെ മെൻഷൻ ചെയ്യുന്നുള്ളൂ. അതിലൊരു ഫോർമുല കൂടെ കൊടുത്തിട്ടുണ്ട്. ആർ വെക്റ്റർ ഈക്വൽ ടു ആർ നോട്ട് വെക്റ്റർ ഈക്വൽ ടു ആർ വെക്റ്റർ ഓഫ് ടി നോട്ടും വി നോട്ട് എന്ന് പറഞ്ഞാൽ ആർ വെക്റ്റർ ഡാഷ് ഓഫ് ടി നോട്ട്. അതായത് ഇതിൻ്റെ ടാൻജൻറ്റ് വെക്റ്ററാണിത്. വി നോട്ട് എന്ന് പറഞ്ഞാൽ ടാൻജൻറ്റ് വെക്റ്ററാണ്. ആർ വെക്റ്റർ ഓഫ് ടി നോട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ആർ വെക്റ്റർ ഡാഷ് ഓഫ് ടി നോട്ട്. ആർ നോട്ട് വെക്റ്റർ എന്ന് പറഞ്ഞാൽ ആർ വെക്റ്റർ ഓഫ് ടി നോട്ട്, വി നോട്ട് എന്ന് പറഞ്ഞാൽ ആർ വെക്റ്റർ ഡാഷ് ഓഫ് ടി നോട്ട്. ഇതിൻ്റെ ഡെറിവേറ്റീവാണിത്. അതായത് വി നോട്ട് എന്ന് പറഞ്ഞാൽ ഇതാണ് ടാൻജൻറ്റ് വെക്റ്ററാണ്. ദെൻ ടാൻജൻറ്റ് ലൈൻ ടു ദ ഗ്രാഫ് ഓഫ് ആർ വെക്റ്റർ ഓഫ് ടി അറ്റ് ആർ നോട്ട് വെക്റ്റർ ഈസ് ഗിവൺ ബൈ. ടാൻജൻറ്റ് ലൈനിൻ്റെ ഫോർമുലയാണ് ആർ വെക്റ്റർ ഈക്വൽ ടു ആർ നോട്ട് വെക്റ്റർ പ്ലസ് ടി ഇൻറ്റു വി നോട്ട് വെക്റ്റർ. ആർ വെക്റ്റർ എന്ന് പറഞ്ഞാൽ ആർ നോട്ട് വെക്റ്റർ പ്ലസ് ടി ഇൻറ്റു വി നോട്ട് വെക്റ്റർ. എക്സാമ്പിൾ നോക്കിക്കോ. ഫൈൻഡ് ദി പാരാമെട്രിക് ഇക്വേഷൻസ് ഓഫ് ദി ടാൻജൻറ്റ് ലൈൻ ടു ദ സർക്കുലർ ഹെലിക്സ് എക്സ് ഈക്വൽ ടു കോസ് ടി. സർക്കുലർ ഹെലിക്സിൻ്റെ ഫോർമുല നോക്കിക്കോ. എക്സ് ഈക്വൽ ടു കോസ് ടി, വൈ ഈക്വൽ ടു സൈൻ ടി, ഇസഡ് ഈക്വൽ ടു സം ടി, where t equal to t naught, and use that result to find parametric equations for the tangent line at the point where t equal to pi. അതായത് നമുക്കിപ്പോൾ ടാൻജൻറ്റ് ലൈനാണ് കണ്ടുപിടിക്കേണ്ടത്. ടാൻജൻറ്റ് ലൈനിൻ്റെ ഫോർമുല അറിയാലോ, ആർ വെക്റ്റർ ഈക്വൽ ടു ആർ നോട്ട് വെക്റ്റർ പ്ലസ് ടി ഇൻറ്റു വി നോട്ട് വെക്റ്റർ. ഈ ഫോർമുലയിൽ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. ലാസ്റ്റ് നമുക്ക് ടിക്ക് പകരം എന്ത് കൊടുക്കുക? പൈ കൊടുക്കുക. ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ടി എന്ന് പറയാൻ ടി നോട്ടാണ്. അത്രയും കാര്യങ്ങളെ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ദ വെക്റ്റർ ഇക്വേഷൻ ഓഫ് ദി ഹെലിക്സ് ഈസ് ആർ വെക്റ്റർ ഈക്വൽ ടു, നമുക്കിവിടെ തന്നിട്ടുണ്ടല്ലോ, എക്സ് ഈക്വൽ ടു കോസ് ടി, വൈ ഈക്വൽ ടു സൈൻ ടി, ഇസഡ് ഈക്വൽ ടു ടി. അപ്പോൾ ആർ വെക്റ്ററിനെ എങ്ങനെ എഴുതാം? ആർ വെക്റ്റർ ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്താ? കോസ് ടി ഇൻറ്റു ഐ വെക്റ്റർ പ്ലസ് സൈൻ ടി ഇൻറ്റു ജെ വെക്റ്റർ പ്ലസ് ടി ഇൻറ്റു കെ വെക്റ്റർ. ഇത് നിങ്ങൾ ജനറലി അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഇത് ഇവിടെ മെൻഷൻ ചെയ്തില്ലെങ്കിലും നിങ്ങളത്
ഓൾറെഡി എഴുതണം. എന്താ വെക്റ്റർ ഇക്വേഷൻ ഓഫ് ദി ഹെലിക്സ് എന്ന് പറഞ്ഞിട്ട് എക്സ് ഈക്വൽ ടു കോസ് ടി ഇൻറ്റു ഐ പ്ലസ് സൈൻ ടി ഇൻറ്റു ജെ പ്ലസ് ടി ഇൻറ്റു കെ. ഇനി ഇതിനെ ആർ നോട്ട് വെക്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ ഓൾറെഡി പറഞ്ഞില്ലേ, ആർ നോട്ട് വെക്റ്റർ എന്ന് പറഞ്ഞാൽ ആർ വെക്റ്റർ ഓഫ് ടി നോട്ട്, അതായത് ടിക്ക് പകരം എന്ത് കൊടുക്കുക? T0 കൊടുക്കുക. അപ്പോൾ ആർ നോട്ട് വെക്റ്റർ ഈക്വൽ ടു ആർ വെക്റ്റർ ഓഫ് ടി നോട്ട് ഈക്വൽ ടു കോസ് ടി നോട്ട് ഇൻറ്റു ഐ വെക്റ്റർ പ്ലസ് സൈൻ ടി നോട്ട് ഇൻറ്റു ജെ വെക്റ്റർ പ്ലസ് ടി നോട്ട് ഇൻറ്റു കെ വെക്റ്റർ. ടിക്ക് പകരം ടി നോട്ട് കൊടുത്തു. ബി നോട്ട് വെക്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ബി നോട്ട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തന്നെ ഡെറിവേറ്റീവ് എടുക്കുക. അപ്പോൾ ആർ വെക്റ്റർ ഡാഷ് ഓഫ് ടി നോട്ട് വിച്ച് ഇസ് ഈക്വൽ ടു കോസ് ടിയുടെ എന്താ? മൈനസ് സൈൻ ടി നോട്ട് ഇൻറ്റു ഐ, സൈൻ ടിയുടേത് കോസ് ടി നോട്ട് ഇൻറ്റു ജെ പ്ലസ് ടി നോട്ടിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി നോട്ടാണ്. അപ്പോൾ 1 വരും, 1 ഇൻറ്റു കെ വെക്റ്റർ. ഇനി നമുക്കറിയാം ടാൻജൻറ്റ് ലൈനിൻ്റെ ഫോർമുല എന്താ? ദ ഇക്വേഷൻ ഓഫ് ദി ടാൻജൻറ്റ് ലൈൻ ഈസ് എന്ന് പറഞ്ഞിട്ട് ആർ വെക്റ്റർ ഈക്വൽ ടു ആർ നോട്ട് വെക്റ്റർ പ്ലസ് ടി ഇൻറ്റു വി നോട്ട്. ആർ നോട്ട് വെക്റ്റർ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. കോസ് ടി നോട്ട് ഇൻറ്റു ഐ പ്ലസ് സൈൻ ടി നോട്ട് ഇൻറ്റു ജെ പ്ലസ് ടി നോട്ട് ഇൻറ്റു കെ പ്ലസ് ടി ഇൻറ്റു വി നോട്ട് വെക്റ്ററും എഴുതിയിട്ടുണ്ട്. എന്താ? മൈനസ് സൈൻ ടി നോട്ട് ഇൻറ്റു ഐ പ്ലസ് കോസ് ടി നോട്ട് ഇൻറ്റു ജെ പ്ലസ് കെ. ഇനി ഇത് നമ്മൾ അറേഞ്ച് ചെയ്ത് എഴുതിയാൽ മതി. അതായത് ഐ വെക്റ്റർ എല്ലാം ഒരുമിച്ച് കൊണ്ടുവരിക, ജെ വെക്റ്റർ ഒരുമിച്ച് കൊണ്ടുവരിക, കെ വെക്റ്റർ ഒരുമിച്ച് കൊണ്ടുവരിക. അപ്പോൾ നമുക്കിവിടെ കോസ് ടി നോട്ട് മൈനസ് സൈൻ ടി നോട്ട് ഇൻറ്റു മൈനസ് ടി ഇൻറ്റു സൈൻ ടി നോട്ട് ഇൻറ്റു ഐ പ്ലസ് സൈൻ ടി നോട്ട് പ്ലസ് ടി കോസ് ടി നോട്ട് ഇൻറ്റു ജെ പ്ലസ് ടി നോട്ട് പ്ലസ് ടി ഇൻറ്റു കെ വെക്റ്റർ എന്ന് കിട്ടും. ഇതാണ് നിങ്ങളുടെ ഇപ്പം ടാൻജൻറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ. നമുക്കിവിടെ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട് ടി ഈക്വൽ ടു ടി നോട്ടാണ്. അത് പാരാമെട്രിക്. അപ്പോൾ ഇതിൽ നമുക്ക് പാരാമെട്രിക് ഇക്വേഷൻസ് എല്ലാം ഒരു സെപ്പറേറ്റ് എഴുതാമല്ലോ. അതായത് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? കോസ് ടി നോട്ട് ഇൻ മൈനസ് ടി ഇൻറ്റു സൈൻ ടി നോട്ട്, കോസ് ടി നോട്ട് മൈനസ് സൈൻ ടി. ഇത് എക്സ്, ഇത് വൈ, ഇത് ഇസഡ്. സോ ദ പാരാമെട്രിക് ഇക്വേഷൻ ഓഫ് ദി ടാൻജൻറ്റ് ലൈൻ നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? അതാണ് അവർ പറഞ്ഞിട്ടുള്ളത്, പാരാമെട്രിക് ഇക്വേഷൻസ് ഓഫ് ദി ടാൻജൻറ്റ് ലൈൻ. പാരാമെട്രിക് ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് ഓഫ് ടി, വൈ ഓഫ് ടി, ഇസഡ് ഓഫ് ടി, അതായത് കോസ് ടി നോട്ട് മൈനസ് ടി ഇൻറ്റു സൈൻ ടി നോട്ട്, വൈ ഈക്വൽ ടു സൈൻ ടി നോട്ട് പ്ലസ് ടി ഇൻറ്റു കോസ് ടി നോട്ട് പ്ലസ് ഇസഡ് എന്ന് പറഞ്ഞാൽ എന്താ? ടി നോട്ട് പ്ലസ് ടി. നമുക്ക് അവസാനം അവർ പറഞ്ഞിട്ടുണ്ട് വെയർ ടി ഈക്വൽ ടു പൈ, ടിക്ക് പൈ കൊടുത്ത് നമുക്ക് കണ്ടുപിടിക്കുക. ടി എന്ന് പറഞ്ഞാൽ ടി നോട്ടാണല്ലോ. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് വഴി എടുക്കുക? ടി നോട്ടിന് പകരം പൈ കൊടുക്കുക. അപ്പോഴേ നമുക്ക് കുറച്ചുകൂടെ റെലവൻ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടുള്ളൂ. ടി ഈക്വൽ ടു ടി നോട്ട് ആയതുകൊണ്ട് ടി നോട്ടിന് പകരം പൈ കൊടുക്കുക. അപ്പോൾ ടി നോട്ട് ഈക്വൽ ടു പൈ കൊടുക്കുമ്പോൾ എന്ത് വരും? ടി നോട്ട് ഈക്വൽ ടു കോസ് പൈ, കോസ് പൈയുടെ വാല്യൂ -1, സൈൻ പൈയുടെ വാല്യൂ 0. ഇവിടെ സോ -1 എന്ന് വരും. വൈ ഈക്വൽ ടു സൈൻ ടി നോട്ട്, അപ്പോൾ സൈൻ പൈ എന്ന് പറയുമ്പോഴത്തേക്കും 0 വരും, പ്ലസ് ടി ഇൻറ്റു -1, അതായത് വൈ ഈക്വൽ ടു -t. ഇവിടെ എന്താ? ടി നോട്ടിന് പകരം പൈ കൊടുക്കുന്നത് കൊണ്ട് ഇസഡ് ഈക്വൽ ടു പൈ പ്ലസ് ടി എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പാരാമെട്രിക് ഇക്വേഷൻസ്. ഇൻ പർട്ടിക്കുലർ ആയിട്ട് അവർ ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. To find the parametric equation for the tangent line at the point where t equal to pi എന്ന് ഓൾറെഡി ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ളതുകൊണ്ട് ടി എന്ന് പറഞ്ഞാൽ ടി നോട്ട് ആണെന്ന് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടി നോട്ടിന് പകരം പൈ കൊടുക്കുമ്പോഴേ നമുക്കിവിടെ വാല്യൂസ് കുറച്ചുകൂടെ റിലവൻ്റ് ആയിട്ട് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ എഴുതിയിട്ടുള്ളത്. അടുത്തൊരു ക്വസ്റ്റ്യൻ അല്ല, ഇതൊരു മോഡലാണ്. R1 വെക്റ്റർ, 2 വെക്റ്റർ തന്നിട്ടുണ്ട്. R1 വെക്റ്റർ എന്ന് പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് ഓഫ് ടി ഇൻറ്റു ഐ പ്ലസ് സൈൻ ടി ഇൻറ്റു ജെ പ്ലസ് ടി സ്ക്വയർ ഇൻറ്റു കെ. R2 വെക്റ്റർ എന്ന് പറഞ്ഞാൽ ടി സ്ക്വയർ മൈനസ് ടി ഇൻറ്റു ഐ പ്ലസ് 2t മൈനസ് 2 ഇൻറ്റു ജെ പ്ലസ് ലോഗ് ടി ഇൻറ്റു കെ. കണ്ടുപിടിക്കേണ്ടത് അത് ഗ്രാഫ് ഓഫ് R1 വെക്റ്ററും R2 വെക്റ്ററും ഇൻ്റർസെക്റ്റ് അറ്റ് ദി ഒറിജിൻ എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഫൈൻഡ് ദ ഡിഗ്രി മെഷർ ഓഫ് ദി അക്യൂട്ട് ആംഗിൾ ബിറ്റ്വീൻ ദ ടാൻജൻറ്റ് ലൈൻസ് ടു ദ ഗ്രാഫ്സ് ഓഫ് R1 വെക്റ്ററിൻ്റെയും R2 വെക്റ്ററിൻ്റെയും ടാൻജൻറ്റ് ലൈനിൻ്റെ അക്യൂട്ട് ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 2 വെക്റ്റർ തന്നിട്ടുണ്ട്, അത് ഇൻ്റർസെക്റ്റ് അറ്റ് ദി ഒറിജിൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഡിഗ്രി മെഷറാണ് കണ്ടുപിടിക്കേണ്ടത്. എന്തിൻ്റെയൊക്കെ? ഇതിൻ്റെ രണ്ടിൻ്റെയും അല്ല, ഇതിൻ്റെ ടാൻജൻറ്റ് ലൈനിൻ്റെ ഡിഗ്രി അക്യൂട്ട് ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഗ്രാഫ് ഓഫ് R1 വെക്റ്റർ ഓഫ് ടി പാസസ് ത്രൂ ദ ഒറിജിൻ അറ്റ് ടി ഈക്വൽ ടു ടി നോട്ട്, ടി ഈക്വൽ ടു 0 പറഞ്ഞിട്ടുള്ളതാണ്. ഇത് ഇൻ്റർസെക്റ്റ് ദി ഒറിജിൻ എന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഇൻ്റർസെക്റ്റ് ദി ഒറിജിൻ മീൻസ് ദാറ്റ് വെക്റ്റർ പാസസ് ത്രൂ ദി ഒറിജിൻ. അപ്പോൾ നമുക്ക് നമുക്ക് ടാൻജൻറ്റ് ലൈനിൻ്റെ അല്ലേ കണ്ടുപിടിക്കേണ്ടത്. ടാൻജൻറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ വെക്റ്ററിൻ്റെ ഡെറിവേറ്റീവാണ്. അപ്പോൾ നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ ടാൻ ഇൻവേഴ്സ് ഓഫ് ടി എന്നാണ് തന്നിട്ടുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ R1 വെക്റ്റർ എന്ന് പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് ഓഫ് ടി പ്ലസ് കോസ് ടി ഇൻറ്റു ഐ പ്ലസ് ടി സ്ക്വയർ ഇൻറ്റു കെ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക. ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്താ വരിക? ടാൻ ഇൻവേഴ്സിൻ്റെത് 1/1 പ്ലസ് ടി സ്ക്വയർ എന്ന് വരും, സൈൻ ടിയുടേത് കോസ് ടി, ലാസ്റ്റ് ടി സ്ക്വയറിൻ്റെത് 2t. അറ്റ് ദി പോയിന്റ് ടി ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ടിക്ക് 0 കൊടുക്കുക. അപ്പോൾ 1,1,0 നമുക്കൊരു
വാല്യൂ കിട്ടും, ഒരു വെക്റ്റർ കിട്ടും. അതായത് ഐ വെക്റ്റർ പ്ലസ് ജെ വെക്റ്റർ പ്ലസ് 0 ഇൻറ്റു കെ വെക്റ്റർ. സെക്കൻഡ് വെക്റ്റർ നോക്കുക, R2 വെക്റ്റർ ഓഫ് ടി പാസസ് ത്രൂ ദി ഒറിജിൻ അറ്റ്, അതെന്തായാലും പാസസ് ത്രൂ ദി ഒറിജിൻ ആണ്, അറ്റ് ടി ഈക്വൽ ടു 1. ഇത് നമ്മൾ വെരിഫൈ ചെയ്യണം. എങ്ങനെയാണ് ഇതെന്താ, ഗ്രാഫ് വരച്ച് നോക്കുക. ഗ്രാഫ് വരച്ച് നോക്കുമ്പോഴത്തേക്കും ടി ഈക്വൽ ടു 1 എന്ന് പറയുന്ന പോയിന്റിൽ കൂടി ഇത് പാസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്തായാലും R2 വെക്റ്റർ ഡാഷ് ഓഫ് ടി കണ്ടുപിടിക്കണം. R1 വെക്റ്റർ ഡാഷ് ഓഫ് ടി ആണ് ഇത്. അടുത്ത് R2 വെക്റ്റർ ഡാഷ് ഓഫ് ടി കൊടുക്കുമ്പോഴത്തേക്കും നമുക്കിവിടെ ടി സ്ക്വയർ മൈനസ് ടി എന്നാണ്. അപ്പോൾ 2t മൈനസ് 1, ഇത് 2 ഇൻറ്റു ടി. സോ ടി ലോഗ് ടിയുടേത് 1/t അറ്റ് ടി ഈക്വൽ ടു 1. നമുക്കിവിടെ വെരിഫൈ ചെയ്യണമെന്ന് കൊടുത്തിട്ടുണ്ട്. വെരിഫിക്കേഷൻ, അതായത് ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ വന്നാൽ നിങ്ങൾ വെരിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഗ്രാഫ് വരച്ച് നോക്കുക. അതായത് ടിക്ക് ഓരോ വാല്യൂ കൊടുക്കുമ്പം അത് ഏത് ഈ അതായത് എക്സും ടി വൈയും ടി ഇസഡും എവിടെയാണ് ഇൻ്റർസെക്റ്റ് ചെയ്ത് പോകുന്നതെന്ന് നോക്കുക. അപ്പോൾ ടി ഈക്വൽ ടു 1 ആണെന്ന് വരും. സോ നമുക്കിവിടെ ഈ ടിക്ക് പകരം 1 കൊടുക്കുക. ടിക്ക് പകരം 1 കൊടുക്കും, 1ഉം 2ഉം 1ഉം കിട്ടും. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മുടെ ടാൻജൻറ്റ് ലൈൻ കിട്ടുന്നത്. രണ്ടിൻ്റെയും ടാൻജൻറ്റ് ലൈൻ, R1 വെക്റ്ററിൻ്റെയും R2 വെക്റ്ററിൻ്റെയും ടാൻജൻറ്റ് ലൈനിൻ്റെ വാല്യൂസ് കിട്ടി. നമുക്ക് ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത്. ആംഗിൾ എന്ന് പറഞ്ഞാൽ കോസ് തീറ്റയാണ്. കോസ് തീറ്റ ഈക്വൽ ടു, നമുക്കറിയാം രണ്ട് വെക്റ്റർ തമ്മിലുള്ള ആംഗിൾ കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണ്, എ വെക്റ്റർ ഡോട്ട് ബി വെക്റ്റർ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് എ വെക്റ്റർ ഇൻറ്റു മോഡുലസ് ഓഫ് ബി വെക്റ്റർ. ഇതാണ് എ വെക്റ്റർ, ഇതാണ് ബി വെക്റ്റർ. അപ്പോൾ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുക. ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ എന്താ, 1,1,0 ഡോട്ട് 1,2,1 ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് 1,1,0 1,2,1. ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു 1 1 പ്ലസ് 1 ഇൻറ്റു 2 2 0 ഇൻറ്റു 1 0 ഡിവൈഡഡ് ബൈ ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുക. സ്ക്വയർ റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ, അപ്പോൾ 2 വരും. സ്ക്വയർ റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ റൂട്ട് ഓഫ് 6 എന്ന് വരും. 3 ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 12 വിച്ച് ഇസ് ഈക്വൽ ടു √3/2. √3/2 എന്ന് പറഞ്ഞാൽ എന്താ, കോസ് എത്ര വാല്യൂ വരുമ്പോഴാണ് തീറ്റ ഈക്വൽ ടു π/6 അല്ലെങ്കിൽ 30 ഡിഗ്രി. അപ്പോൾ ഇതാണ് നമുക്ക് ആംഗിൾ കണ്ടുപിടിക്കേണ്ട ഒരു പ്രോബ്ലം. ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വേറെ ക്വസ്റ്റ്യനും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക, പോയിൻ്റ് കണ്ടുപിടിക്കുക. ഇവിടെ ടി ഈക്വൽ ടു 0 ആണ്, ഇവിടെ ടി ഈക്വൽ ടു 1 ആണ്. എന്നിട്ട് അതിൻ്റെ തീറ്റ കോസ് തീറ്റ കണ്ടുപിടിക്കുക. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ആംഗിൾ കണ്ടുപിടിക്കേണ്ട ഫോർമാറ്റ്. അടുത്ത ഡോട്ടും ക്രോസ് പ്രോഡക്റ്റിൻ്റെയും ഡെറിവേറ്റീവ്സ് എങ്ങനെയാണെന്ന് കൊടുത്തിട്ടുണ്ട്. d/dt ഓഫ് R1 വെക്റ്റർ ഓഫ് ടി ഡോട്ട് R2 വെക്റ്റർ ഓഫ് ടി ഈക്വൽ ടു ഫസ്റ്റ് വെക്റ്റർ ഇൻറ്റു dr2 ഡിവൈഡഡ് ബൈ dt. അതായത് R1 വെക്റ്റർ ഓഫ് ടി ഇൻറ്റു ഡോട്ട് dr2 ഡിവൈഡഡ് ബൈ dt പ്ലസ് dr1 വെക്റ്റർ ബൈ dt ഡോട്ട് R2 വെക്റ്റർ ഓഫ് ടി. ക്രോസ് ആണെങ്കിലോ സെയിം തന്നെയാണ്, ക്രോസ് എടുത്താൽ മതി. R1 വെക്റ്റർ ഓഫ് ടി ക്രോസ് dr2 ഡിവൈഡഡ് ബൈ dt പ്ലസ് dr1 ബൈ dt ക്രോസ് R2 വെക്റ്റർ ഓഫ് ടി. ഫോർമുല മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത പ്രോബ്ലംസ് ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. X Theorem. If R vector of t is a differentiable vector valued function in 2 space or 3 space and modulus of R vector of t is a constant for all t, അതായത് വേറെ ഒന്നും നോക്കണ്ട, R vector of t അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 0 ആണ് ആൻസർ എങ്കിൽ R വെക്റ്റർ ഓഫ് ടീം R ഡാഷ് വെക്റ്റർ ഓഫ് ടീം ഓർത്തോഗണൽ വെക്റ്റേഴ്സ് ആണെന്ന് പറയാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു R വെക്റ്റർ ഓഫ് ടിയുടെ ടാൻജൻറ്റിൽ വെക്റ്ററാണ് R വെക്റ്റർ ഡാഷ് ഓഫ് ടി. അപ്പോൾ അത് തമ്മിലുള്ള ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ 0 കിട്ടുകയാണെങ്കിൽ R വെക്റ്റർ ഓഫ് ടീം R വെക്റ്റർ ഡാഷ് ഓഫ് ടീം ഓർത്തോഗണൽ വെക്റ്റേഴ്സ് ആണെന്ന് പറയാം. ആ ഒരേ ഒരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ. ഓർത്തോഗണൽ വെക്റ്റേഴ്സ് എന്താണ്? ഡോട്ട് പ്രോഡക്റ്റ്, രണ്ട് വെക്റ്ററിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് 0 വരികയാണെങ്കിൽ ആ രണ്ട് വെക്റ്ററും ഓർത്തോഗണൽ വെക്റ്റേഴ്സ് ആണെന്ന് പറയാം. If R vector of t dot R vector dash of t equal to 0, then the radius vector R vector of t and the tangent vector R vector dash of t are orthogonal. ഇതാ ഞാൻ പറഞ്ഞു, ഇതിൻ്റെ ടാൻജൻറ്റ് വെക്റ്റർ ആണല്ലോ അതിൻ്റെ ഡെറിവേറ്റീവ്. സോ ഇത് രണ്ടും 0 ആണെങ്കിൽ ആ വെക്റ്ററും അതിൻ്റെ ടാൻജൻറ്റ് വെക്റ്ററും ഓർത്തോഗണൽ ആണെന്ന് പറയാം. ഓർത്തോഗണൽ മീൻസ് പെർപെൻഡിക്കുലർ മീനിങ് ആണ്. അടുത്ത് ഡെഫിനിറ്റ് ഇൻറ്റഗ്രൽസ്. ഡെഫിനിറ്റ് ഇൻറ്റഗ്രൽസ് എന്ന് പറയുമ്പോൾ എന്താ, ലിമിറ്റ് വാല്യൂ വരും of vector valued functions. If R vector of t is a vector valued function that is continuous on the interval a less than or equal to t less than or equal to b, that t varies from a to b, then we define the definite integral. ഇത് ജനറൽ ഡെഫിനിഷൻ ആണ്. വേറെ ഒന്നും നോക്കണമെങ്കിൽ ഇത് മാത്രം കൺസിഡർ ചെയ്താൽ മതി. അതായത് ഇൻറ്റഗ്രൽ a to b R vector of t into dt ആണെങ്കിൽ a to b x of t into dt into I vector plus a to b y of t into dt into j vector. 2 space ആണെങ്കിൽ. 3 space ആണെങ്കിലോ ഇൻറ്റഗ്രൽ a to b x of t into dt into I vector plus ഇൻറ്റഗ്രൽ a to b y of t into dt into j vector plus ഇൻറ്റഗ്രൽ a to b z of t into dt into k vector. 3 സ്പേസിൽ എക്സാമ്പിൾ നോക്കിക്കോടാ. വേറെ ഒന്നുമല്ല, നമ്മുടെ സാധാരണ ഇൻറ്റഗ്രേഷൻ തന്നെയാണ്. നേരത്തെ പറഞ്ഞ പോലെ
ഡിഫറൻഷിയേഷൻ എങ്ങനെയാണ് അതുപോലെ തന്നെയാണ് ഇൻറ്റഗ്രേഷനും. അതേ ക്വസ്റ്റിനെ വീണ്ടും ഇവിടെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. നേരത്തെ ഡിഫറൻഷിയേഷൻ പറഞ്ഞ അതേ സെയിം ക്വസ്റ്റ്യൻ ഇവിടെ റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്. ആർ വെക്റ്റർ ഓഫ് ടി ഈക്വൽ ടു ടി സ്ക്വയർ ഇൻറ്റു ഐ വെക്റ്റർ പ്ലസ് ഇ പവർ ടി ഇൻറ്റു ജെ വെക്റ്റർ മൈനസ് 2 into cos pi into t into k vector. Then integral 0 to 1 r vector of t into dt equal to ആദ്യം integral 0 to 1 t square into dt into i plus integral 0 to 1 e power t into dt into j minus integral 0 to 1 2 cos pi t into dt into k which is equal to t square എന്താ t cube by 3 with respect to t ആയതുകൊണ്ടാണ് t square t cube by 3 0 to 1 കൊടുക്കുക വാല്യൂസ് പ്ലസ് ഇ പവർ ടിയുടേത് ഇ പവർ ടി തന്നെയാണ് 2 cos pi ഇൻറ്റു ടി ഇൻറ്റു ഡി ടിയുടെ എന്താ വരുന്നത് 2 cos പൈ എന്ന് പറഞ്ഞാൽ 2 അങ്ങനെ വരും. കോസിൻ്റെ എന്താ സൈൻ പൈ ഡിവൈഡഡ് ബൈ പൈ കൂടെ വരും. അതാ 2/π സൈൻ പൈ ടി ഇൻറ്റു 0,1 കെ വെക്റ്റർ. ഇനി 0,1 വാല്യൂസ് കൊടുക്കും നമുക്ക് 1/3 ഇൻറ്റു ഐ വെക്റ്റർ പ്ലസ് ഇ മൈനസ് 1 ഇൻറ്റു ജെ വെക്റ്റർ എന്ന് വരും. ഇതിൻ്റെ വാല്യൂ അതായത് ടി ക്യൂബ് ബൈ 3 0 to 1 വാല്യൂ കൊടുക്കുക. ഇ പവർ ടിക്ക് 0 to 1 കൊടുക്കുക. 2/π സൈൻ പൈ ഇൻറ്റു ടി 0 to 1 കൊടുക്കുക. സൈൻ 0യുടെ വാല്യൂ 0 സൈൻ ഇവിടെ 1 കൊടുക്കുമ്പോൾ ഇത് ടോട്ടലി 0 ആയിട്ട് നമുക്ക് മാറും. ടോട്ടൽ ടേം 0 ആയിട്ട് മാറും. സൈൻ പൈയുടെ വാല്യൂ 0 ആണ്. സൈൻ 0യുടെ വാല്യൂ 0 ആണ്. അപ്പോൾ ടോട്ടൽ 0 ബാലൻസ് ചെയ്ത് 2 മാത്രമേ വരുള്ളൂ. സോ 1/3 ഇൻറ്റു ഐ പ്ലസ് ഇ മൈനസ് 1 ഇൻറ്റു ജെ എന്ന് മാത്രം വരും. റൂൾസ് ഓഫ് ഇൻറ്റഗ്രേഷൻ നേരത്തെ റൂൾസ് ഓഫ് ഡിഫറൻഷിയേഷൻ പറഞ്ഞതുപോലെ ഇവിടെ കുറച്ച് റൂൾസ് ഓഫ് ഇൻറ്റഗ്രേഷൻ പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് നോക്കാം. ആർ വെക്റ്റർ ഓഫ് ടി ആർ 1 വെക്റ്റർ ഓഫ് ടി ആർ 2 വെക്റ്റർ ഓഫ് ടി 3 വെക്റ്റേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് എ ടു ബി കെ ഇൻറ്റു ആർ വെക്റ്റർ ഓഫ് ടി ഇൻറ്റു ഡി ടി ആണെങ്കിൽ കോൺസ്റ്റൻറ്റ് പുറത്തെടുക്കുക എ ടു ബി ആർ വെക്റ്റർ ഓഫ് ടി ഇൻറ്റു ഡി ടി. അടുത്ത് ആർ 1 വെക്റ്റർ ഓഫ് ടി ഇൻറ്റു പ്ലസ് ആർ 2 വെക്റ്റർ ഓഫ് ടി ഇൻറ്റു ഡി ടി ആണെങ്കിൽ എ ടു ബി ആർ 1 വെക്റ്റർ ഓഫ് ടി ഇൻറ്റു ഡി ടി പ്ലസ് ഇൻറ്റൽ എ ടു ബി ആർ 2 വെക്റ്റർ ഓഫ് ടി ഇൻറ്റു ഡി ടി. അതുപോലെ തന്നെയാണ് സബ്ട്രാക്ഷനും. ഇൻറ്റൽ എ ടു ബി ആർ 1 വെക്റ്റർ ഓഫ് ടി ഇൻറ്റു ഡി ടി മൈനസ് ഇൻറ്റൽ എ ടു ബി ആർ 2 വെക്റ്റർ ഓഫ് ടി ഇൻറ്റു ഡി ടി. അത്രയേ ഉള്ളൂ. ഇനി ആൻറ്റി ഡെറിവേറ്റീവ് ഇഫ് ആർ വെക്റ്റർ ഡാഷ് ഓഫ് ടി ഈക്വൽ ടു ആർ വെക്റ്റർ ഓഫ് ടി ദെൻ ഇൻറ്റഗ്രൽ ആർ വെക്റ്റർ ഓഫ് ടി ഇൻറ്റു ഡി ടി ഈക്വൽ ടു ആർ ഓഫ് ടി പ്ലസ് സി. ഇവിടെ ആർ വെക്റ്റർ ഡാഷ് ഉണ്ട്. അതിൽ നിന്ന് ആറ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതിയല്ലോ. അതായത് ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക ഇത് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒറിജിനൽ വാല്യൂ കിട്ടും. ആർ ഓഫ് ടി പ്ലസ് സി എന്ന് കിട്ടും. എക്സാമ്പിൾ നോക്കിക്കോടാ. ഇൻറ്റഗ്രൽ 2t ഇൻറ്റു ഐ പ്ലസ് 3t സ്ക്വയർ ഇൻറ്റു ജെ ഇൻറ്റു ഡി ടി ഈക്വൽ ടു സെപ്പറേറ്റ് ചെയ്യുക. ആദ്യം ഇൻറ്റഗ്രൽ 2t ഇൻറ്റു ഡി ടി ഇൻറ്റു ഐ പ്ലസ് ഇൻറ്റഗ്രൽ 3t സ്ക്വയർ ഇൻറ്റു ഡി ടി ഇൻറ്റു ജെ. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റഗ്രേഷൻ എടുക്കുമ്പോൾ എന്ത് വരും? 2 ഇൻറ്റു ടിയുടെ എന്ത് വരും? ടി സ്ക്വയർ ബൈ 2. അപ്പോൾ 2 2 ക്യാൻസൽ ആകുമ്പോൾ എഗെയിൻ ടി സ്ക്വയർ. ഇതിനെ മാത്രം സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഒരു കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ കൊടുക്കണമല്ലോ. C1 ഇൻറ്റു ഐ പ്ലസ് 3t സ്ക്വയർ 3 ഇൻറ്റു ടി ക്യൂബ് ബൈ 3 എന്ന് കിട്ടും. അപ്പോൾ 3 3 ക്യാൻസൽ ആകുമ്പോൾ ടി ക്യൂബ് പ്ലസ് സം കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ C2 ഇൻറ്റു ജെ. ഇനി ഇവിടെ ഐ വെക്റ്ററും ജെ വെക്റ്ററും പ്രത്യേകം കൊടുത്ത് കോൺസ്റ്റൻ്റ് അല്ല ഒരുമിച്ച്. അപ്പോൾ C1 ഇൻറ്റു ഐ വെക്റ്റർ പ്ലസ് C2 ഇൻറ്റു ജെ വെക്റ്റർ. ഇതിന് നമ്മൾ സി എന്ന് എടുക്കുവാണ്. സോ ടി സ്ക്വയർ ഇൻറ്റു ഐ വെക്റ്റർ പ്ലസ് ടി ക്യൂബ് ഇൻറ്റു ജെ വെക്റ്റർ പ്ലസ് സം കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ സി എന്ന് പറഞ്ഞാൽ എന്താ? C1 ഇൻറ്റു ഐ പ്ലസ് C2 ഇൻറ്റു. ഇതിന് നമ്മൾ ജനറലി സി എന്ന് ഡിനോട്ട് ചെയ്തു. അത്രയേ ഉള്ളൂ. ഇതുപോലെ തന്നെയാണ് ഡെഫിനറ്റ് ഇൻറ്റഗ്രൽ പറയുകയാണെങ്കിൽ ഡി ബൈ ഡി ടി ഓഫ് ഇൻറ്റഗ്രൽ ആർ വെക്റ്റർ ഓഫ് ടി ഇൻറ്റു ഡി ടി ഈക്വൽ ടു ആർ വെക്റ്റർ ഓഫ് ടി ആണെങ്കിൽ ഇൻറ്റഗ്രൽ ഓഫ് ആർ വെക്റ്റർ ഡാഷ് ഓഫ് ടി ഈക്വൽ ടു ആർ വെക്റ്റർ ഓഫ് ടി പ്ലസ് സി എ ടു ബി ആർ വെക്റ്റർ ഓഫ് ടി ഇൻറ്റു ഡി ടി ഈക്വൽ ടു ആർ വെക്റ്റർ ഓഫ് ടി എ ടു ബി വിച്ച് ഇസ് ഈക്വൽ ടു ആർ വെക്റ്റർ ഓഫ് ബി മൈനസ് ആർ വെക്റ്റർ ഓഫ് എ. ഇതേ കാര്യം തന്നെ ഇവിടെ വെക്റ്റർ ഫോമാറ്റിലോട്ട് ചേഞ്ച് ചെയ്ത് എഴുതിയിട്ടേ ഉള്ളൂ. വേറൊന്നുമില്ല സെപ്പറേറ്റ് ആയിട്ട് പറയാൻ. അപ്പോൾ ലാസ്റ്റ് പ്രോബ്ലം നോക്കിക്കോ. Evaluate the definite integral 0 to 2 2t into I plus 3t square into j into dt. 0 to 2 ആണ്. 0 to 2 2t into I plus 3t square into j into dt equal to 2tയുടെ എന്താ 2 into t square by 2 എന്ന് വരും. 2 2 ക്യാൻസൽ ആകുമ്പോൾ t square വരും. 0 to 2 കൊടുക്കുക into I plus 3t square. ടി സ്ക്വയറിൻ്റെ എന്താ? ടി ക്യൂബ് ബൈ 3. അപ്പം 3യും 3യും ക്യാൻസൽ ആകുമ്പോൾ ടി സ്ക്വയർ മാത്രം ബാലൻസ് വരും. ടി ക്യൂബ് മാത്രം ബാലൻസ് വരും. ടി ക്യൂബ് 0 to 2j. ഇനി 0യും 2യും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 4 ഇൻറ്റു ഐ പ്ലസ് 8 ഇൻറ്റു ജെ എന്ന് കിട്ടും. നിങ്ങൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ മതി. 4 ഇൻറ്റു ഐ പ്ലസ് 8 ഇൻറ്റു ജെ. ഈ സെക്ഷനിൽ ലാസ്റ്റ് പ്രോബ്ലം ഫൈൻഡ് ആർ വെക്റ്റർ ഓഫ് ടി ഗിവൺ ബൈ ആർ വെക്റ്റർ ഡാഷ് ഓഫ് ടി ഈക്വൽ ടു 3,2t. അതായത് 3 ഇൻറ്റു ഐ വെക്റ്റർ പ്ലസ് 2t ഇൻറ്റു ജെ വെക്റ്റർ ആണ്. ഓൾറെഡി അവർ ആർ വെക്റ്റർ ഓഫ് 1 തന്നിട്ടുണ്ട്. എന്താ? 2,5 അതായത് 2 ഇൻറ്റു ഐ വെക്റ്റർ പ്ലസ് 5 ഇൻറ്റു ജെ വെക്റ്റർ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആർ വെക്റ്റർ ഡാഷ് തന്നിട്ടുണ്ട്. അപ്പോൾ ആർ വെക്റ്റർ കണ്ടുപിടിക്കണം. അപ്പോൾ ഡെറിവേറ്റീവ് അറിയാമെങ്കിൽ നമുക്ക് അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഈ വാല്യൂനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നോർമൽ ഫംഗ്ഷൻ കിട്ടും ആണല്ലോ. ഓക്കെ,
അപ്പോൾ നമുക്ക് നോക്കാം ഇൻറ്റഗ്രേറ്റിംഗ്. ഇതിന് നമ്മൾ ഇൻറ്റഗ്രേറ്റിംഗ് ആർ വെക്റ്റർ ഡാഷ് ഓഫ് ടി വിത്ത് റെസ്പെക്ട് ടു ടി കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? ആർ വെക്റ്റർ ഓഫ് ടി കിട്ടും. അപ്പോൾ ആർ വെക്റ്റർ ഓഫ് ടി ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഓഫ് ആർ വെക്റ്റർ ഡാഷ് ഓഫ് ടി ഇൻറ്റു ഡി ടി. എപ്പോഴും ഡി ടി കൊടുക്കാൻ മറക്കരുത്, അത് മെൻഷൻ ചെയ്യുക. വിച്ച് ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ആർ വെക്റ്റർ ഡാഷ് ഓഫ് ടി തന്നിട്ടുണ്ടല്ലോ, എന്താണ് 3,2t. അപ്പോൾ 3,2t ഇൻറ്റു ഡി ടി വിച്ച് ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു ഐ വെക്റ്റർ പ്ലസ് 2t ഇൻറ്റു ജെ വെക്റ്റർ ആണ്. അപ്പോൾ 3 ഇൻറ്റു ഡി ടി എന്ത് വരും? 3 ഇൻറ്റു ടി. 2 ഇൻറ്റു ടി എന്ത് വരും? ടി സ്ക്വയർ ബൈ 2 എന്ന് വരും. ടി സ്ക്വയർ ബൈ 2, ആ 2ഉം 2ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ ടി സ്ക്വയർ മാത്രം വരും. അതാണ് 3 ഇൻറ്റു ടി ടി സ്ക്വയർ പ്ലസ് സം കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ സി. വെർ സി ഈസ് എ വെക്റ്റർ കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ. നമുക്ക് സിയുടെ വാല്യൂ കണ്ടുപിടിക്കണം. കാരണം എന്താ, ഇവിടെ ഓൾറെഡി അവർ ആർ വെക്റ്റർ ഓഫ് 1 തന്നിട്ടുണ്ട്. നമുക്കിവിടെ ആർ വെക്റ്റർ ഓഫ് ടി അറിയാം. ഇതിൽ ടിക്ക് പകരം 1 കൊടുക്കുമ്പോൾ ആർ വെക്റ്റർ ഓഫ് 1 കിട്ടും. അപ്പോൾ നമുക്കിവിടെ ടിക്ക് പകരം 1 കൊടുക്കുകയാണ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ടി ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ എന്താ, ആർ വെക്റ്റർ ഓഫ് 1 ഈക്വൽ ടു ടിക്ക് പകരം 1 കൊടുക്കുകയാണ്. അപ്പോൾ 3, ടിക്ക് പകരം 1 കൊടുക്കുക 3,1 പ്ലസ് സം കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ പ്ലസ് സി. ഇത് തന്നെയാണ് ഓൾറെഡി അവർ ആർ വെക്റ്റർ ഓഫ് 1 എന്താണ് തന്നിട്ടുണ്ട്? 2,5 എന്ന് തന്നിട്ടുണ്ട്. വിച്ച് ഇസ് ഈക്വൽ ടു 2,5. അപ്പോൾ ഇത് രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ സി എന്താണെന്ന് കിട്ടും. ഇത് ഇപ്പുറത്തോട്ട് പോകുമ്പോൾ എന്ത് വരും? 2,5 മൈനസ് 3,1 എന്ന് ഇടും. അപ്പോൾ 2,5 മൈനസ് 3,1, 2 മൈനസ് 3 എന്താ? -1. 5 മൈനസ് 1 എന്താ? 4. അപ്പോൾ സി എന്ന് പറഞ്ഞാൽ എന്താ? -1,4. -1,4 എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് മെൻഷൻ ചെയ്യുന്നത്? മൈനസ് ഐ വെക്റ്റർ പ്ലസ് 4j വെക്റ്റർ ആണ്. അപ്പോൾ ഇതെന്താ, നമുക്ക് കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ കിട്ടില്ല. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഈ സിക്ക് പകരം എന്ത് കൊടുക്കുക? ഇത് കൊടുക്കുക. സോ ആർ വെക്റ്റർ ഓഫ് ടി ഈക്വൽ ടു 3t, t സ്ക്വയർ പ്ലസ് -1,4 വിച്ച് ഈസ് ഈക്വൽ ടു 3t മൈനസ് 1, t സ്ക്വയർ പ്ലസ് 4. 3t മൈനസ് 1 പ്ലസ് ടി സ്ക്വയർ പ്ലസ് 4. ഇതാണ് നിങ്ങളുടെ ആൻസർ. ഈ ക്വസ്റ്റ്യൻ ഡയറക്റ്റായിട്ട് ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ചോദിക്കും. സോ സ്കിപ്പ് ചെയ്യാതെ പഠിക്കുക. അപ്പോൾ ഇതോടെ ഈ സെക്ഷൻ തീർന്നു. ഓക്കെ.